എന്നെ വെക്കണ്ടടാ. കോഹോസ്റ്റ് വേണം നിർബന്ധമുണ്ടോ? ഇല്ലല്ലോ. ഇല്ല ഇല്ല ഇല്ല, നിർബന്ധമില്ല. ഞാൻ ഇല്ല ലൈക്ക് ഇല്ല. ആ, റിമൂവ് ആയി. നിഹാല. അഥവാ നിഹാല എന്തുണ്ടെങ്കിലും നീ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി. അപ്പാമേ, റെക്കോർഡ് ആയിട്ടില്ലടാ. പ്രശ്നം എന്താ? ആണോ? ഇപ്പൊ സ്റ്റാർട്ട് ആയ? ഓക്കെ ഓക്കെ. ഇല്ല, ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തോ. Just. ആ, ഓക്കെ. അപ്പം നമ്മൾ ഓഡിറ്റിലോട്ട് കയറുന്ന സമയത്ത് നമ്മൾ വെറും ACCA നോളജ് ബേസ് വെച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുക, നമ്മൾ കയറുക അല്ലേ. അപ്പം അതിലോട്ട് കയറുന്ന സമയത്ത് ഒന്നും അറിയണ്ടാവില്ല. ജസ്റ്റ് ചിലയോ ചില ആൾക്കാര് പഠിച്ചു തന്നെ മറന്നു പോകും അല്ലേ. നമ്മൾ എങ്ങനെ എക്സാം ഇന്ന് എഴുതിയാൽ നാളത്തേക്ക് എല്ലാം മറക്കണം എന്നാ അല്ലേ. അപ്പൊ ചില സമയത്ത് നമുക്ക് തിയറി പഠിച്ചതും കൂടെ ഓർമ്മ ഉണ്ടാവില്ല. പക്ഷെ നോട്ട് ടു വരി, നമ്മളിപ്പോ ജോയിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ അവിടെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ആൾക്കാരുണ്ടാവും. ഇനിയിപ്പോ ആൾക്കാർ അവിടെ ആരും ഇല്ലെങ്കിൽ നമ്മൾ സ്വന്തം ഫ്രണ്ട്സ്, നമ്മളെ സ്വന്തം സർക്കിളിലുള്ള ACCA ഫ്രണ്ട്സ് തന്നെ എന്ത് ചെയ്യും, എന്തെങ്കിലും തരത്തിൽ ഹെൽപ്പ് ചെയ്യും. ഓക്കെ. അപ്പം ഇന്ന് ആ ഒരു ക്യൂരിയോസിറ്റി ടു എ സർട്ടൻ എക്സ്റ്റെന്റ് നമുക്ക് എന്ത് ചെയ്യാം, സാറ്റിസ്ഫൈ ചെയ്യാം ഈ ക്ലാസ്സിലോട്ട്. ഞാന് എന്താ, എനിക്ക് ആ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു ഓഡിറ്റിലോട്ട് പോയിട്ട് ഞാൻ എന്താ ചെയ്യാന്നുള്ളത്. അതേപോലെ ഇവിടെ ജോയിൻ ചെയ്ത ഫ്രഷേഴ്സ്, സ്റ്റുഡൻസ്, ഇവരുടെ ഒക്കെ മനസ്സിലുണ്ടാവും നമ്മളൊരു ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് നമ്മൾ നോക്കുക എന്നുള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ആ ക്യൂരിയോസിറ്റി ഒന്നൊന്ന് ചെറുതായിട്ട് ടച്ച് ചെയ്യാം. ഓക്കെ. സെഷൻ സ്റ്റാർട്ട് ചെയ്യാണ്, ലിറ്ററലി സ്റ്റാർട്ട് ചെയ്യാണ്. സ്ക്രീന് ഷെയർ ചെയ്യുന്നത് എല്ലാവർക്കും കാണുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും തരത്തിലുള്ള ഗ്ലിച്ച് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ചാറ്റ് ബോക്സ് യൂസ് ചെയ്ത് പറയാം. ഓക്കെ. ഫസ്റ്റ് ഓഫ് ഓൾ, ഇവിടെ എത്ര ആൾക്കാർ വർക്കിംഗ് ആണെന്ന് എനിക്കൊന്ന് അറിയണം. ഒന്ന് ജസ്റ്റ് ഒന്ന് അവിടെ റിയാക്ഷൻ ഉണ്ടെങ്കിൽ ഒന്ന് തംസപ്പോ അല്ലെങ്കിൽ ഇതോ എന്തെങ്കിലും ഒന്ന് കാണിക്കൂ, നോക്കട്ടെ. മൈ മൈ സിഗ്നേച്ചർ തിങ്. കൈ വെക്കടോ. ഫ്രഷേഴ്സും സ്റ്റുഡൻസും ഒന്ന് കൈവക്കിയേ. ഓഡിറ്റേഴ്സ് ഒരു കുറച്ച് കുറച്ച് പേരുണ്ട്. ഓക്കെ. ഇനി ഫ്രഷേഴ്സും സ്റ്റുഡൻസും ഒന്ന് കൈവക്കിയേ. ഫ്രഷേഴ്സും സ്റ്റുഡൻസും. കൈവക്കൽ എന്റെ ട്രേഡ് മാർക്കാ. നിങ്ങൾ എന്റെ സ്റ്റിക്കർ ഒന്നും ആക്കരുതേ. ഫ്രഷേഴ്സും സ്റ്റുഡൻസും. ഓക്കെ. അപ്പം ഫ്രഷേഴ്സിന് ഇതൊരു എന്താണ്, ഒരു ഒരു ഇൻട്രൊഡക്ഷൻ പോലെ ആയിക്കോട്ടെ. നിങ്ങൾ ഓഡിറ്റിലേക്കാണ് കയറുന്നെങ്കിൽ നിങ്ങൾ എന്തൊക്കെയായിരിക്കും ചെയ്യാന്നുള്ള ഒരു ചെറിയൊരു എന്താ പറയാ, ഡോസ്. ഓക്കെ. സോ വി കൻ സ്റ്റാർട്ട്. ഇഫ് എ കമ്പനി ഹാൻഡഡ് യു ദ ഫിനാൻഷ്യൽസ് ടുഡേ, എങ്ങനെയായിരിക്കും നിങ്ങൾ അവരെ ട്രസ്റ്റ് ചെയ്യുക? അവർ തരുന്നതൊക്കെ ഫേസ് വാല്യൂ ആയിട്ട് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുമോ? ആസ് എൻ ഓഡിറ്റർ, അല്ലെങ്കിൽ പോട്ടെ ഒരു ആസ് എൻ ACCA സ്റ്റുഡന്റ് ഹു സ്റ്റഡീഡ് ഓഡിറ്റ്, നമ്മൾ അവരെ വിശ്വസിക്കുകയോ ഇല്ലയോ? ചാറ്റില് വേഗം റിപ്ലൈ ചെയ്യും. ഇന്ററാക്റ്റീവ് ആക്കണം, വെറുതെ ഞാൻ കിടന്ന് ചലച്ചിട്ട് കാര്യമില്ല. ഐ എം ആസ്കിങ്, ഇഫ് ഒരു കമ്പനി നിങ്ങളെ അപ്രോച്ച് ചെയ്തു, ഡീറ്റെയിൽസ് നിങ്ങൾക്ക് തന്നു, ബാലൻസ് ആണ് മെയിൻലി നമുക്ക് ഫസ്റ്റ് കിട്ടുക അല്ലെ. അപ്പൊ അതിലുള്ള വാല്യൂസ് ട്രൂ ആൻഡ് ഫെയർ ആണെന്ന് നിങ്ങൾ ഫസ്റ്റ് തന്നെ വിശ്വസിക്കുകയോ ഇല്ലയോ? പറയട ചാറ്റില്. പറയ്. നോ അല്ലേ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതങ്ങ് കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷെ നമ്മൾ 100% അഷുറൻസ് കൊടുക്കുവോ? കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റില്ല, ഓക്കെ. പക്ഷെ നമ്മൾ അതിനെ 100% അഷുറൻസ് നമ്മൾ കൊടുക്കുവോ? ഇല്ല. അതും എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പൊ അവിടെയാണ് രണ്ട് എലമെന്റ്സ് വരുന്നത്, ആബ്സല്യൂട്ട് അഷുറൻസും റീസണബിൾ അഷുറൻസും. നിങ്ങൾ AA പഠിച്ച കേസാണ്. ആബ്സല്യൂട്ട് അഷുറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പനിയുടെ 100% കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, വെരിഫൈ ചെയ്യുക അല്ലെ. മിസ്റ്റേക്സ് ഒന്നും ഇല്ലാന്ന് കണ്ടെത്തുക, എറേഴ്സ് ഒന്നും ഇല്ലാന്ന് കണ്ടെത്തുക, അതാണ് ആബ്സല്യൂട്ട് അഷുറൻസ്. ഈ ഒരു കാര്യം എന്താണ്, ഇംപോസിബിൾ ആണ്, നമ്മൾ ചെയ്യത്തില്ല. കാരണം ഒരു കമ്പനി ഒരു കൊല്ലം കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ഇന്ന ഫ്യൂ ഡേയ്സ് വെരിഫൈ ചെയ്യാന്ന് പറയുന്നത്, മൊത്തത്തിൽ വെരിഫൈ ചെയ്യാന്ന് പറയുന്നത് നെക്സ്റ്റ് ടു ഇംപോസിബിൾ ആണ്. അപ്പൊ നമ്മൾ കൊടുക്കുന്ന അഷുറൻസ് എന്താണ്, റീസണബിൾ അഷുറൻസ് ആണ്. നമ്മൾ എന്താ കൊടുക്കുക, റീസണബിൾ അഷുറൻസ് ആണ് നമ്മൾ കൊടുക്കുക. അതായത്
കമ്പനി തരുന്ന ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് ഒരു പോർഷൻ നമ്മൾ എടുത്തിട്ട് എന്ത് ചെയ്യും, ചെക്ക് ചെയ്തിട്ട് ബാക്കിയുള്ളത് ഓക്കെ ആണെന്നുള്ള രീതിയിൽ അഷുറൻസ് കൊടുക്കും. അപ്പൊ നമ്മൾ എപ്പോഴും എന്താണ് കൊടുക്കുക, റീസണബിൾ അഷുറൻസ് ആണ് നമ്മൾ കൊടുക്കുക. ഓക്കെ, അപ്പം ഓഡിറ്റ് എന്താണ് എന്തല്ല എന്നുള്ള ഡിഫറൻസ് ആണ് ഇവിടെ ഇട്ടേക്കുന്നത്. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ എന്താണ്, നമ്മൾ ഒരു ഇൻഡിപെൻഡന്റ് ഒപ്പീനിയൻ ആണ് FS കൊടുക്കുക. നിങ്ങൾ SDA സ്റ്റുഡൻസ് ആണ്, ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞാൽ എന്താന്നുള്ളത് കമന്റ് ബോക്സിൽ ഒന്ന് വേഗം മെൻഷൻ ചെയ്യും. സമയമില്ല, നമ്മൾ വേഗം സ്പീഡിൽ നീങ്ങും. ഇൻഡിപെൻഡൻസ് അഷുറൻസ് എന്താന്നുള്ളത് ഒന്ന് കമന്റ് ബോക്സിൽ പറഞ്ഞേ. ചാറ്റിൽ പറയും, കമന്റ് ബോക്സ് അല്ല, ചാറ്റ് യൂസ് ചെയ്ത് പറയൂ. എന്താണ് നമ്മള് ഡിപെൻഡൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻ ഓഡിറ്റ്? പറയൂ. ഒറ്റ എണ്ണം ഡബിളെ പഠിച്ചിട്ടില്ല ഇവിടെ, ആരെങ്കിലും ഒന്ന് പറയൂ. എന്റെ കണക്ഷൻ, എന്റെ റെക്കോർഡിംഗ് ഓക്കെ ആണോ? ഐ മീൻ മൈ വോയിസ് ഇസ് ഓക്കെ, ക്ലിയർ ആണോ? സ്റ്റേബിൾ എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്, അതുകൊണ്ടാണ് ചോദിച്ചത്. ഒരു അപ്പൊ ഇൻഡിപെൻഡന്റ് എന്ന് വെച്ചാൽ എന്താ, നിങ്ങൾ ഒരു ഇൻഡിപെൻഡൻസ് എന്താണ് ഓഡിറ്റില്? ആരെങ്കിലും ഒരാൾ കൈവന്നിച്ചിട്ട് പറയാൻ പറ്റുന്ന ആളുണ്ടെങ്കിൽ പറ, നോക്കാലോ. ആർക്കെങ്കിലും ഒരു അശ്ലേഷം ധൈര്യം? ആരുമില്ല. അൺബയസ്ഡ് ഒപ്പീനിയൻ, പിന്നെന്താണ്, സീറോ ഒബ്ലിഗേഷൻ, വേറെ? ഈ സൈലന്റ് ആക്കുന്ന പിള്ളേർക്ക് ഉളുപ്പില്ലേ? നിങ്ങൾ ACCA പഠിച്ചതല്ലേ, എന്തെങ്കിലും ഒന്ന് പറയൂ. പറയൂ ആരെങ്കിലും. നോട്ട് ഫേവറിങ് ടു എനിവൺ. ഓക്കെ, അപ്പൊ ഏകദേശം എനിക്ക് അറ്റ്ലീസ്റ്റ് ഒരു 3 ആൻസർ കിട്ടിയാൽ മതി. ഓക്കെ, സോ അത് വെച്ച് ഞാൻ മൂവ് ഓൺ ചെയ്യാം. അപ്പൊ ഇൻഡിപെൻഡൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഒപ്പീനിയൻ എന്തായിരിക്കണം, നമ്മളുടേത് മാത്രമായിരിക്കണം. അതായത് വേറൊരാളുടെ ഇൻഫ്ലുവൻസിലോ വേറൊരാൾക്ക് ബയസ്ഡ് ആയിട്ടോ നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മളുടെ ഒപ്പീനിയൻ പറയരുത്. നമ്മളുടെ ഒപ്പീനിയൻ നമ്മൾക്ക് മാത്രമായിരിക്കണം. അതിനാണ് ഇൻഡിപെൻഡന്റ് ഒപ്പീനിയൻ എന്ന് പറയുന്നത്, അല്ലേ? ഇനി രണ്ടാമത്തത്, ഓഡിറ്റ് എപ്പോഴും നമ്മൾ എവിഡൻസ് ബേസ്ഡ് അല്ലെങ്കിൽ റിസ്കിന്റെ ബേസിസിലാണ് നമ്മൾ ചെയ്യുക. ഓക്കെ, അപ്പൊ എന്ത് കാര്യം നമ്മൾ എടുക്കുന്ന സമയത്തും അതിനൊരു എവിഡൻസ് ഉണ്ടാവണം. ആൻഡ് പ്രത്യേകം ശ്രദ്ധിക്കുക, കമ്പനി ജനറേറ്റഡ് എവിഡൻസ് അല്ല നമ്മൾ നോക്കുന്നത്, തേർഡ് പാർട്ടിയിൽ നിന്ന് നമുക്ക് കിട്ടാൻ പറ്റുന്ന എവിഡൻസസ് ആണ് എന്ത് ചെയ്യുക, നമ്മൾ കളക്ട് ചെയ്യാം. ഓക്കെ അല്ലേ? ഇനി അടുത്തത് പറയാച്ചാ, ഓഡിറ്റില് നമ്മൾ എപ്പോഴും പ്രൊഫഷണൽ സ്കെപ്റ്റിസിസം മെയിൻറ്റെയിൻ ചെയ്യണം. അതായത് ക്ലയന്റ് എന്ത് തന്നാലും അതിനെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, എന്തെങ്കിലും ഒരു സാധനം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, കമ്പനീനെ അല്ലെങ്കിൽ ക്ലയന്റിനെ നമ്മൾ എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻ ചെയ്യും. അതിനോട് ഒന്നും നമ്മൾ എന്താ പറയാ, മൊത്തത്തിൽ അങ്ങോട്ട് ഫസ്റ്റ് കിട്ടിയ പാടനെ എന്ത് ചെയ്യില്ല, ആക്സെപ്റ്റ് ചെയ്യത്തില്ല. നമുക്കുള്ള ഡൗട്ട്സും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, എപ്പോഴും ചോദിച്ചിരിക്കും. ഓക്കെ അല്ലേ? ഇനി അടുത്ത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ റീസണബിൾ അഷുറൻസ് ആണ് കൊടുക്കുക. നമ്മൾ 100% ഒരിക്കലും എന്ത് ചെയ്യില്ല, മൊത്തത്തിൽ നോക്കത്തില്ല. ഓക്കെ, ഇനി നമ്മുടെ റീസണബിൾ അഷുറൻസ് നമ്മൾ എടുക്കുന്നു എന്ന് പറയുന്നു, അല്ലെ? അപ്പൊ റീസണബിൾ അഷുറൻസിൽ നോർമലി എന്താണ് ചെയ്യുന്നത്, നമ്മളൊരു പോർഷൻ ആണ് എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുക, അല്ലെ? അപ്പൊ ആ പോർഷൻ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിനെങ്ങനെയാണ്, ഇതാണ് നമുക്ക് എടുക്കേണ്ടതല്ലാത്തതെന്ന് എങ്ങനെയാ മനസ്സിലാക്കാം, മെറ്റീരിയാലിറ്റി ബേസിസിലാണ്. ഓക്കെ, അപ്പൊ മെറ്റീരിയാലിറ്റി വെച്ചിട്ടാണ് എന്ത് ചെയ്യുക, നമ്മൾ റീസണബിൾ അഷുറൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. അപ്പൊ മെറ്റീരിയാലിറ്റിയുടെ ബേസിസിലായിരിക്കും നമ്മൾ സാമ്പിൾസ് കളക്ട് ചെയ്യുന്നത്. പോർഷൻ എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് സാമ്പിൾസ് ആ. ഇപ്പൊ എനിക്ക് ഒരുപാട് ലെഡ്ജേഴ്സ് കിട്ടിയിട്ട് ആ ലെഡ്ജേഴ്സ് മൊത്തത്തിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സ്ക്രൂട്ടനൈസ് ചെയ്ത് നോക്കാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, അതിൽ കുറച്ച് കാര്യങ്ങൾ മാത്രം എന്ത് ചെയ്യും, ഞാൻ പിക്ക് ചെയ്ത് മെറ്റീരിയാലിറ്റി നോക്കിയിട്ട് എന്ത് ചെയ്യും, മെറ്റീരിയാലിറ്റിയുടെ ബേസിസിൽ ഞാൻ എന്ത് ചെയ്യും, സാമ്പിൾസ് സെലക്ട് ചെയ്യും. ക്ലിയർ അല്ലേ? ഇനി ഓഡിറ്റ് എന്തല്ല, നമ്മളൊരു ഫ്രോഡ് ഡിറ്റക്ഷൻ സർവീസ് അല്ല. നമ്മൾ ക്ലയന്റിന്റെ ഫ്രോഡ് കണ്ടുപിടിക്കാനല്ല നമ്മൾ അവിടെ ഉള്ളത്. അങ്ങനെയാണെങ്കിൽ അവർക്ക് വലിയ വലിയ സാലറി ഒന്നും കൊടുത്തിട്ട് എന്ത് ചെയ്യണ്ട, ആൾക്കാരെ അവിടെ വെക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ നമ്മളുടെ ഡ്യൂട്ടി ബേസിക്കലി എന്താണ്,
നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഫ്രോഡ് ഡിറ്റക്ഷൻ അല്ല. ഓക്കെ അല്ലേ? ഇനി നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഈച്ച് ആൻഡ് എവറി ട്രാൻസാക്ഷൻ നോക്കാൻ പറ്റത്തില്ല. ആസ് ഐ ഹാവ് ടോൾഡ് യു ഏർലിയർ, ഒരു ക്ലയന്റ് ഒരു കൊല്ലം കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് 3-4 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ദാറ്റ് ഇസ് ഇമ്പോസിബിൾ. ഓക്കെ. ഇനി നമ്മൾ കൊടുക്കുന്നത് ഒരു ഫിനാൻഷ്യൽ ഹെഡ് സർട്ടിഫിക്കറ്റ് അല്ല. അതായത് നമ്മൾ ആ കമ്പനി ഫിനാൻഷ്യലി ഗുഡ് ആണ്, ഫിനാൻഷ്യലി ബാഡ് ആണെന്നൊക്കെ പറഞ്ഞിട്ടല്ല നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ അല്ലേ? പിന്നെന്താണ്? നമ്മൾ ആബ്സല്യൂട്ട് അഷുറൻസ് കൊടുക്കത്തില്ല. ഓക്കെ. ഇനി എന്താണ്? മാനേജ്മെന്റിന്റേതായ പണി ജോബ്സ്, അതായത് അവർക്ക് എന്താണോ ഏൽപ്പിച്ചിട്ടുള്ളത് അത് അവർ ചെയ്യും. അവർ ചെയ്ത കാര്യം നമ്മൾ ഏറ്റെടുക്കും. ഏറ്റെടുത്തത് നമ്മൾ എന്ത് ചെയ്യും? ചെക്ക് ചെയ്യും. ഒരു സാമ്പിൾസ് എടുത്തിട്ട് ചെക്ക് ചെയ്യും. ഓക്കെ അല്ലേ? ഇത്രയും ഓക്കെ അല്ലേ? ഇനി അടുത്തത് ഓഡിറ്റ് മൈൻഡ് സെറ്റ്. ഓക്കെ. ഓഡിറ്റിൽ ഞാൻ ഫസ്റ്റ് പറഞ്ഞു, ക്ലയന്റ് പറഞ്ഞത് നമ്മൾ എന്ത് ചെയ്യില്ല? അപ്പടി വിശ്വസിക്കില്ല. അതാണ് പ്രൊഫഷണൽ സ്കെപ്റ്റിസിസം. നമ്മൾ എന്ത് തന്നെ ആയാലും, എന്ത് കിട്ടിയാലും നമ്മൾ എന്ത് ചെയ്യും? ക്വസ്റ്റ്യൻ ചെയ്യും അതിനെ. അതെങ്ങനെ വന്നു? അതെന്തുകൊണ്ടാണ് അങ്ങനെ? അല്ലെ? നമ്മളിപ്പോ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ റവന്യൂ കറക്റ്റ്ലി റെക്കോർഡഡ് ആയിരിക്കില്ല, ചിലപ്പോൾ ലയബിലിറ്റീസ് കറക്റ്റ്ലി വന്നിട്ടുണ്ടാവില്ല. അപ്പൊ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻ ചെയ്യണം. ഓക്കെ. അതേപോലെ എപ്പോഴും നമ്മൾ സംശയത്തിന്റെ കണ്ണിൽ വേണം ക്ലയന്റിനെ നോക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. ക്ലിയർ അല്ലേ? ഇനി അടുത്തത് പ്രൊഫഷണൽ ജഡ്ജ്മെന്റാ. ഇനി ഈ ഒരു കാര്യം ഓഡിറ്റ് ത്രൂ ഔട്ട് ഉള്ള ഒരു കാര്യമാണ്. നമ്മള് നമ്മൾക്ക് ഏകദേശം ഒരു ഊഹാപോഹം വേണം. ഇന്നത് ഓക്കെ ആണ്, ഇന്നത് ഓക്കെ അല്ല. ഇനി ചിലപ്പോൾ മെറ്റീരിയാലിറ്റി ബേസിസ് അല്ലെങ്കിൽ കൂടെ നമുക്ക് ചെറിയ ചെറിയ ട്രാൻസാക്ഷൻസ് ചിലപ്പോൾ എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതിലൊരു അശപ്പശക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ പ്രൊഫഷണൽ ജഡ്ജ്മെന്റാ. ഇനിയിപ്പം കുറെ എറേഴ്സ് ഉണ്ട്, പക്ഷെ ആ എറേഴ്സ് എന്താണ്? നമുക്ക് മെറ്റീരിയൽ ആണോ അല്ലയോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം. നമ്മളുടെ പ്രൊഫഷണൽ ജഡ്ജ്മെന്റാ. ഇനി അതും അല്ലെങ്കിൽ ഒരു ക്ലയന്റ്, ഇപ്പൊ നമ്മൾ ഒരു 2-3 കൊല്ലമായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ക്ലയന്റ് ആണ്. അപ്പൊ ഏകദേശം ഒരു ഊഹാപോഹത്തിൽ നമുക്കറിയാം ആ ക്ലയന്റ് എങ്ങോട്ടാണ് പോകുന്നത്, അയാളുടെ എസ് എങ്ങനെയായിരിക്കും ഒരു കൊല്ലം ഉണ്ടാവുക എന്നൊക്കെ ഉള്ളത്. അപ്പൊ അതൊക്കെ കൂടി നമ്മൾ എന്ത് ചെയ്യും? നമ്മളുടെ ആ ക്ലയന്റ് നോളജ് വെച്ചിട്ടും നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചിട്ടും നമ്മൾ എന്ത് ചെയ്യും? സർട്ടൻ പ്രൊഫഷണൽ ജഡ്ജ്മെന്റ്സ് എടുക്കും. അപ്പൊ ഓഡിറ്റ് ഈസ് അബൌട്ട് പ്രൊഫഷണൽ ജഡ്ജ്മെന്റ്. ഇനി ലാസ്റ്റ്ലി മെറ്റീരിയാലിറ്റി. സോ നമ്മൾ സാമ്പിൾസ് എടുക്കുക മെറ്റീരിയാലിറ്റിയുടെ ബേസിസിലാണ്. ഓക്കെ. സോ ക്ലയന്റ് ഹ്യൂമൺ ആണ് അല്ലെ? മനുഷ്യന്മാർക്ക് എന്ത് പറ്റും? തെറ്റ് പറ്റിപ്പോവും അല്ലെ? അപ്പൊ മനുഷ്യന്മാർക്ക് പറ്റുന്ന തെറ്റ് എല്ലാം ക്രൂഷ്യൽ ആണെന്നുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് മെറ്റീരിയാലിറ്റിയുടെ ബേസിസിൽ മാത്രമാണ് നമ്മൾ എറേഴ്സ് ആൻഡ് ഫോൾസ് മൊത്തത്തിൽ അങ്ങോട്ട് എടുക്കുക. ഓക്കെ അല്ലേ? മെറ്റീരിയാലിറ്റി എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു ചെറിയ തോതിൽ നോക്കും. ഓക്കെ അല്ലേ? അപ്പം മെറ്റീരിയൽ അല്ലാത്ത എമൗണ്ട്സ്, ഫോർ എക്സാമ്പിൾ നമുക്ക് മെറ്റീരിയാലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം. ഇപ്പം എൻ്റെ ഒക്കെ കമ്പനി ഒരു പ്രീ പോപ്പുലേറ്റഡ് സ്പ്രെഡ്ഷീറ്റിലാണ് മെറ്റീരിയാലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമ്മൾ എന്ത് ചെയ്യും? ടോട്ടൽ റവന്യൂ കൊടുക്കും, ടോട്ടൽ അസറ്റ്സ് കൊടുക്കും. ഓക്കെ. അങ്ങനെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യും? പ്രീ പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്പ്രെഡ്ഷീറ്റിൽ ഓട്ടോമാറ്റിക് ആയിട്ട് മെറ്റീരിയാലിറ്റി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് കിട്ടും. അപ്പൊ മെറ്റീരിയാലിറ്റി വൈസ് സപ്പോസ് ഒരു 10,000 എമൗണ്ട് ആണ് ഉള്ളതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ 10,000 വരെയുള്ളതാണ്. അതേപോലെ ആ ഒരു സ്പ്രെഡ്ഷീറ്റിൽ തന്നെ നമുക്ക് ട്രിവിയൽ മിസ്റ്റേക്സിന്റെ എമൗണ്ട് എത്രയാന്നുള്ളതും ഉണ്ടാവും. അത് മേ ബി ഒരു 2,000, 3,000 അങ്ങനെയൊക്കെ ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ആ 3,000 വരെയുള്ള എറേഴ്സ് നമ്മൾ എന്ത് ചെയ്യും? ഇഗ്നോർ ചെയ്യും. ഓക്കെ. അതേപോലെ മെറ്റീരിയാലിറ്റി കാൽക്കുലേഷനിൽ നമുക്ക് കിട്ടുന്ന ഫിഗർ വെച്ചിട്ടായിരിക്കും നമ്മൾ ലെഡ്ജേഴ്സും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യുക. ഇനി ഇവിടെ ഒരു ഗ്ലിച്ച് ഉണ്ട്. പെർഫോമൻസ് മെറ്റീരിയാലിറ്റി ഉണ്ട്. ആർക്കാണ് പറയാൻ പറ്റുക? വാട്ട് ഇസ് പെർഫോമൻസ് മെറ്റീരിയാലിറ്റി? നിങ്ങളൊക്കെ ഇന്റർവ്യൂവിന് പോകേണ്ട ആളല്ലേ? എന്തെന്നായാലും ഒരു ഓഡിറ്റ് ഇന്റർവ്യൂ ആണെങ്കിൽ പെർഫോമൻസ് മെറ്റീരിയാലിറ്റി നിങ്ങളുടെ ഇന്റർവ്യൂവർ നിങ്ങളോട് ചോദിക്കും. ഒന്ന് പറഞ്ഞേ, കമന്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞു. വാട്ട് ഇസ് പെർഫോമൻസ് മെറ്റീരിയാലിറ്റി? ആയിരിക്കാ പറയാൻ പറ്റുക? 30 ആളുണ്ട്. അതിൽ പോട്ടെ, ഒരു 20 ആൾക്കാർ ശ്രദ്ധിക്കുന്നു ഞാൻ കൂട്ടാം. ആരെങ്കിലും ആയിട്ട് പറഞ്ഞേ, വാട്ട് ഇസ് പെർഫോമൻസ് മെറ്റീരിയാലിറ്റി? ആയിരിക്കാ പറയാൻ പറ്റുക? ആരിക്കാണോ പറയാൻ പറ്റുക? ആരെങ്കിലും? ആരാ പറയാ? ആരിക്കാ പറയാൻ പറ്റുക? വാട്ട് ഇസ് പെർഫോമൻസ് മെറ്റീരിയാലിറ്റി? ടെൽ മീ. ഓക്കെ. ലെവൽ ബിലോ മെറ്റീരിയൽ ലെവൽ. വേറെ ബിലോ സെറ്റ് ചെയ്യുന്ന മെറ്റീരിയാലിറ്റി ത്രെഷോൾഡ് അല്ലേ? സെറ്റ് ബിലോ മെറ്റീരിയാലിറ്റി. ബൈ ഹൗ ഡു വി സേ
വൈ ഡു അല്ലെങ്കിൽ നമ്മൾ എന്തുകൊണ്ടാണ് അത് സെറ്റ് ബിലോ മെറ്റീരിയാലിറ്റി ആയിട്ട് ചൂസ് ചെയ്യുന്നത്? അതിന്റെ ബാക്കിൽ ഒരു റീസൺ ഉണ്ട്. അതെന്തുകൊണ്ടാ? എന്തുകൊണ്ടാണ്? ആരെ പറയാ? റിസ്ക് മാത്രാണോ? എന്തൊക്കെയാ വേറെ എന്തൊക്കെയാ? എറേഴ്സ് മാത്രാണോ? വേറെ എന്തൊക്കെയാ? Tell me. എന്തൊക്കെയാണ്? പറയട്ടെ. ഇത്രേ ഉള്ളൂ. എറേഴ്സ് സംഭവിക്കാന്ന് പറഞ്ഞു അല്ലേ? അപ്പൊ എറേഴ്സ് ചിലപ്പം നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്ന ട്രിവ്യൽ ആ ഒരു ട്രിവ്യൽ എമൗണ്ടിന് താഴെ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ 1000. ഓക്കെ. പക്ഷെ നമ്മൾ കണ്ടു എല്ലായിടയ്ക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് ഒരു ലെജറിൽ തന്നെ 1000 ആയിട്ട് എവിടേക്കോ കുറേ ഒരുപാട് എറേഴ്സ് ഉണ്ടായി. അപ്പൊ ഈ എറേഴ്സ് ഒക്കെ നമ്മൾ ഒന്നിച്ച് കൂട്ടുന്ന സമയത്ത് ഇത് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്ന മെറ്റീരിയാലിറ്റിയിലും കൂടി അല്ലെങ്കിൽ അതുപോലെ ആയി. അപ്പൊ അങ്ങനെയുള്ള കേസിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യരുത്? ഇങ്ങനത്തെ എറേഴ്സ് ഇഗ്നോർ ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ പെർഫോമൻസ് മെറ്റീരിയാലിറ്റി സെറ്റ് ചെയ്ത് വെക്കുന്നത്. ഈ പെർഫോമൻസ് മെറ്റീരിയാലിറ്റി ചാറ്റിൽ പറഞ്ഞതുപോലെ എപ്പോഴും മെറ്റീരിയാലിറ്റിക്ക് താഴെ വെച്ചിരിക്കുന്ന ഒരു എമൗണ്ട് ആയിരിക്കും. ക്ലിയർ അല്ലേ? ഓക്കെ. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ഈ സാധനം PDF ഈ PPT ഇല്ല. ഞാൻ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഓക്കെ. ഈ ഓഡിറ്റ് എങ്ങനെയൊക്കെയാണ് ഏതൊക്കെ സ്റ്റേജിലായിട്ടാണ് കടന്നു പോകുക എന്നുള്ളതാ പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, നമ്മൾ എന്ത് ചെയ്യണം? ക്ലയന്റിനെ ആക്സെപ്റ്റ് ചെയ്യണം. ഞാൻ ഡബിൾ തിയറി മൊത്തത്തിലൊന്നും ഇവിടെ എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, യൂട്യൂബിൽ കിടപ്പുണ്ട് വീഡിയോസ്. എനിക്ക് തോന്നുന്ന ഇൻട്രൊഡക്ഷൻ വീഡിയോസ് ഒക്കെ യൂട്യൂബിൽ കിടപ്പുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, പോയിട്ട് നോക്കാം. ഓക്കെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ക്ലയന്റിനെ ആദ്യം ആക്സെപ്റ്റ് ചെയ്യണം. ആ ആക്സെപ്റ്റ് ചെയ്യുന്ന സമയത്തുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ട്രിപ്പിളിലും ആയിട്ട് പഠിച്ചതാണ്. അത് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഓക്കെ. നിങ്ങളൊരു ഓഡിറ്റർ ആയിട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്താ ചെയ്യാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ എൻഗേജ്മെന്റ് ലെറ്റർ എന്തായാലും പ്രിപ്പയർ ചെയ്യും. നിങ്ങൾ ക്ലയന്റിന്റെ ഫീസ് ഫിക്സ് ചെയ്യും. ഓക്കെ. ചിലപ്പോൾ നമ്മൾ ഇത് പ്രാക്ടിക്കൽ ബേസിസിലാണ്. ഞാൻ ഓഡിറ്റ് ISAs ആയിട്ടല്ല എടുക്കുന്നത്. നിങ്ങൾ പ്രാക്ടിക്കലി നിങ്ങൾ ഒരു ഫേമിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യാന്നുള്ളത് ഞാൻ പറയുന്നുള്ളൂ. ഓക്കെ. ഇതിന്റെ സ്റ്റാൻഡേർഡ്സ് ഞാൻ എടുക്കാത്തത് കാരണം ഇത് ഓൾറെഡി AA കവേർഡ് ആണ്. ഞാൻ അത് തിയറി റിപ്പീറ്റ് ചെയ്യുന്നതിൽ ഒരു അർത്ഥവും ഇല്ല. അങ്ങനെ റിപ്പീറ്റ് ചെയ്താൽ നമുക്ക് 1 hour ക്ലാസ്സസ് പോരാ. ഓക്കെ. 1 hour ക്ലാസ് എന്തായാലും മതിയാവില്ല. അതുകൊണ്ട് ഇൻ ഷോർട്ട്, നിങ്ങൾ ആസ് എൻ ഓഡിറ്റർ കമ്പനിയിലോട്ട് പോയാൽ എന്ത് ചെയ്യുന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? എൻഗേജ്മെന്റ് ലെറ്റർ കൊടുക്കും. ഓക്കെ. ക്ലയന്റിന് എൻഗേജ്മെന്റ് ലെറ്റർ പ്രിപ്പയർ ചെയ്യും. അവരുടെ ഫീസ് നിങ്ങൾ ഫിക്സ് ചെയ്യും. ചിലപ്പോൾ ലാസ്റ്റ് ഫീസ് തന്നെ ആയിരിക്കും കണ്ടിന്യൂ ചെയ്യുക. ചിലപ്പോൾ നിങ്ങൾ ഈ കൊല്ലം ഫീസ് കുറച്ചും കൂടെ അഡീഷണൽ ഫീസ് ആഡ് ചെയ്യും. ക്ലയന്റിന്റെ സമ്മതത്തോടെ ക്ലയന്റ് അത് ഒപ്പിട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്ലയന്റിനെ ആക്സെപ്റ്റ് ചെയ്ത് ബാക്കി കാര്യങ്ങൾ മൂവ് ഓൺ ചെയ്യും. ഓക്കെ അല്ലേ? ഇനി സെക്കൻഡ്ലി നമ്മൾ എന്ത് ചെയ്യും? പ്ലാൻ ആൻഡ് അസസ് റിസ്ക്. അതായത് നമ്മൾ ക്ലയന്റിന്റെ ഓക്കെ. വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഓഡിറ്റ് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞു ഈ ഒരു സ്റ്റേജ് മൊത്തത്തിൽ കഴിഞ്ഞു. ഓക്കെ. ദാറ്റ് മീൻസ് ഓൾ ദി ISAs, ഓൾ ദി ഫോർമാലിറ്റീസ് കഴിഞ്ഞു. ഓക്കെ. ബേസിക്കലി നമ്മൾ ഒരു ഓഡിറ്റ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ ആ ഓഡിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് മൊമെന്റ്, ഓക്കെ. അപ്പൊ നമ്മൾ ഓഡിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ക്ലയന്റ് തരിക അവരുടെ TB ആണ്. TB വെച്ച ട്രയൽ ബാലൻസ്. ജസ്റ്റ് ഒരു ഡെമോ കാണിച്ചു തരാം ട്രയൽ ബാലൻസിന്റെ. നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, ഇതാണ് നമ്മുടെ ട്രയൽ ബാലൻസ്. സപ്പോസ് ഒരു കമ്പനി എന്താണ് ഒരു കമ്പനി നമുക്ക് ആദ്യമായിട്ട് തരുന്ന എന്തായിരിക്കും? ഇതായിരിക്കും. ഇത് തന്നിട്ട് പറയും ഓഡിറ്റ് അങ്ങ് സ്റ്റാർട്ട് ചെയ്തോളിയും. ഓക്കെ. ചില സമയത്ത് ആ ക്ലയന്റ് പറയും 3 ദിവസം കൊണ്ട് അവർക്ക് എന്ത് ചെയ്യണം? ഡ്രാഫ്റ്റ് വേണം. ഇനി ഡ്രാഫ്റ്റ് എന്താന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇപ്പം മനസ്സിലാവില്ല, പക്ഷെ ഞാൻ പറഞ്ഞുതരും. ഓക്കെ. അപ്പൊ നമുക്ക് ഫസ്റ്റ് കിട്ടുക ക്ലയന്റിന്റെ അടുത്ത് നിന്ന് TB ആണ്. ഓക്കെ. ആ TB വെച്ചിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാൻ പറ്റും. അനാലിസിസ് നടത്താൻ പറ്റും. നമുക്ക് ഓഡിറ്റ് പ്ലാൻ ചെയ്യാൻ പറ്റും. ഈ TB നമ്മൾ ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാവരും ഓഡിറ്റ് സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്തിട്ടാണ് ഓഡിറ്റ് ചെയ്യുക. അപ്പൊ ആ ഓഡിറ്റ് സോഫ്റ്റ്വെയറിൽ എക്സിസ്റ്റിംഗ് ക്ലയന്റ് ആണെങ്കിൽ ക്ലയന്റിന്റെ പ്രീവിയസ് ഇയർ ഫിഗേഴ്സ് ഓഡിറ്റ് സോഫ്റ്റ്വെയറിൽ ഓൾറെഡി ഉണ്ടാവും. നമ്മൾ എന്ത് ചെയ്യും? ആ സാധനം അങ്ങോട്ട് അപ്ലോഡ് ചെയ്യും. ഓക്കെ. കറണ്ട് ഇയർ എന്ത് ചെയ്യും? നമ്മൾ അപ്ലോഡ് ചെയ്യും. ആ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ സൈമൾട്ടേനിയസ്ലി നമുക്ക് ക്ലയന്റിന്റെ ഫിഗേഴ്സും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ഒക്കെ നമുക്ക് നടത്താൻ വേണ്ടി പറ്റും. അപ്പൊ ഈ ഒരു സ്റ്റേജിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും? പ്ലാൻ ചെയ്യും. നമ്മൾ എങ്ങനെയാണ് ഈ ഓഡിറ്റ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി വിചാരിക്കണത്.
ഓക്കെ, എന്തൊക്കെയാണ് ഈ ക്ലയന്റിന്റെ മുകളിലുള്ള റിസ്ക് എന്തൊക്കെയാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാൻ എൻ്റെ ഓഡിറ്റ് ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, ഞാനൊരു ക്ലയന്റിന്റെ ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ കണ്ട ഒരു മിസ്റ്റേക്ക്, ക്ലയന്റ് ഇൻകറക്റ്റ് ആയിട്ട് നമ്മുടെ ഈ നമ്മുടെ ഷെയർസ് ഇല്ലേ, ഷെയർസ് റെക്കോർഡ് ചെയ്തത് ഇൻകറക്റ്റ് ആയിരുന്നു. അപ്പം ആ TB കിട്ടിയ സമയത്ത് തന്നെ എനിക്ക് മനസ്സിലായി എനിക്കൊരു പുതിയ കാര്യം ഇവിടുന്ന് പഠിക്കാൻ പറ്റുന്നുള്ളത്. എന്താണ്? ഞാൻ എന്താണ് നേരിട്ട് കാണാണ് അല്ലെ. അപ്പൊ എനിക്കറിയാം IFRS 9 എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുക എന്നുള്ളത് അല്ലെ. നമുക്ക് ഫെയർ വാല്യൂ ത്രൂ P&L ഉണ്ട്, ഫെയർ വാല്യൂ ത്രൂ OCI ഉണ്ട് അല്ലെ. അപ്പം ആ സമയത്ത് കിട്ടിയ സമയത്ത് ഞാൻ നോട്ട് ചെയ്തത് എന്താണ്, ക്ലയന്റ് ഫെയർ വാല്യൂ ത്രൂ അതോ കോംപ്രിഹെൻസീവ് ഇൻകം ആണ് സെലക്ട് ചെയ്തത്. പക്ഷെ മുപ്പർ എന്ത് ചെയ്തു, P&L അത് ക്ലാസിഫൈ ചെയ്തു അതിന്റെ പ്രോഫിറ്റ്സ് ഒക്കെ. അപ്പൊ അവിടെ എനിക്ക് മനസ്സിലായി എന്താണ് ഇവിടെ തെറ്റുണ്ട് എന്നുള്ളത്. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ ആ ഒരു ഏരിയ ഓഫ് റിസ്ക് ഞാൻ എന്ത് ചെയ്തു, ഐഡന്റിഫൈ ചെയ്തു. വെറും ഒരു TBയിൽ നിന്നാണ് എന്ത് ചെയ്യുക, നമുക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി പറ്റാം. ഓക്കെ, അപ്പൊ ആ TB കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, പ്ലാൻ ചെയ്യും ആ ഓഡിറ്റ് എങ്ങനെ നടത്തണം, ആ ക്ലയന്റിന് എന്തൊക്കെ റിസ്ക് ഉണ്ട്, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, TBന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേടാ? ആരും ഉറങ്ങണില്ലല്ലോ ലേറ്റ് ആയത് കാരണം? ഉറങ്ങരുതേ, ഞാൻ പിടിക്കും, ഞാൻ ചോദ്യം ചോദിക്കും, പേര് വിളിച്ച് ഞാൻ ചോദ്യം ചോദിക്കും. ഓക്കെ, ഇനി എക്സിക്യൂട്ട് ഫീൽഡ് വർക്ക്. അപ്പൊ നമ്മൾ എല്ലാം പ്ലാൻ ചെയ്തു, നമ്മൾ ഇന്ന കാര്യങ്ങളാണ് ചെയ്യുക, നമ്മൾ കാര്യങ്ങളാണ് സാമ്പിൾസ് എടുക്കണേ, അതൊക്കെ നമ്മൾ ഓൾറെഡി തീരുമാനിച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യും, ഫീൽഡ് വർക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങും. അപ്പൊ ഫീൽഡ് വർക്ക് എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യും, ഒന്നിക്ക് ക്ലയന്റിനെ വിസിറ്റ് ചെയ്തിട്ട് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ റിമോട്ട്ലി എന്ത് ചെയ്യും, നമ്മൾ ഓഡിറ്റ് വർക്ക്സ് സ്റ്റാർട്ട് ചെയ്യും. ക്ലിയർ അല്ലേ? അപ്പം ക്ലയന്റിനെ നമ്മൾ തുടങ്ങുന്ന സമയത്ത് ഫീൽഡ് വർക്ക് ആസ് ഇൻ നമ്മൾ എന്താ ചെയ്യുക, ക്ലയന്റിന്റെ അടുത്തുനിന്ന് മെറ്റീരിയാലിറ്റിയുടെ ബേസിസിൽ നമ്മൾ ഓരോ ലെഡ്ജേഴ്സും കാര്യങ്ങളൊക്കെ വാങ്ങും. ഓക്കെ, ഇതിനൊക്കെ മുന്നേ ഫസ്റ്റ് നമ്മൾ വാങ്ങേണ്ടത്, എനിക്ക് കോമൺ ആയിട്ട് ഞാൻ ഓഡിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് പറ്റിയൊരു എന്താ പറയാ, ഞാൻ അധികം അതായത് ഒരു ഫസ്റ്റ് 2 to 3 ഓഡിറ്റ്സിൽ ഞാൻ ഫസ്റ്റ് ടൈം മറക്കുന്നത് ട്രേഡ് ലൈസൻസ് അല്ലെ. ട്രേഡ് ലൈസൻസ് ഫസ്റ്റ് കിട്ടണം നമ്മുടെ കയ്യിൽ, എന്നാലാണ് നമ്മൾക്ക് ആ ക്ലയന്റിന്റെ ആക്ടിവിറ്റീസ് ഒക്കെ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഫസ്റ്റ് ഓഡിറ്റില് ഞാൻ കയറുന്നത് സീസൺ ടൈം ആയിരുന്നു. അപ്പൊ ഫസ്റ്റ് ഓഡിറ്റില് ഞാൻ ഫസ്റ്റ് ചെയ്ത ആ മിസ്റ്റേക്ക് ഞാൻ പഠിച്ചത്, ക്ലയന്റ് നമ്മൾ ഓഡിറ്റ് ചെയ്യുന്നതിന് മുന്നേ അവരുടെ ട്രേഡ് ലൈസൻസ് എടുക്കണം. ഓക്കെ, അപ്പൊ ട്രേഡ് ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തറിയാൻ പറ്റും, നമ്മളെ ക്ലയന്റിന്റെ ആക്ച്വൽ വർക്ക് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് വായിച്ചറിയാൻ പറ്റും. പിന്നീട് നമ്മൾ എന്ത് ചെയ്യണം, ക്ലയന്റിന്റെ അടുത്ത് പോയിട്ട് ചോദിക്കണം. അതൊക്കെ ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ചെയ്യുന്നതാ. നോ യോ ക്ലയന്റ് ഒക്കെ, KYC ഒക്കെ നമ്മൾ ഈ 2 സ്റ്റേജസിൽ ചെയ്യുന്നതാണ് എക്സിക്യൂഷന് മുന്നേ. ഓക്കെ അല്ലേ? അപ്പൊ എക്സിക്യൂഷന് മുന്നേ നമ്മൾ എന്ത് ചെയ്യും, ക്ലയന്റിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചു വെക്കുക. ക്ലയന്റിന്റെ ഇൻഡസ്ട്രി ഏതാണ്, ക്ലയന്റിന്റെ വർക്കിംഗ് എങ്ങനെയാണ്, ക്ലയന്റ് എങ്ങനെയാ ഏത് സോഫ്റ്റ്വെയർ ആണ് യൂസ് ചെയ്യണത്, ക്ലയന്റിന്റെ ഉള്ളിൽ എത്ര എംപ്ലോയീസ് ഉണ്ട്. ഓക്കെ, ഓരോ എംപ്ലോയീസിന്റെ നമ്മളുമായിട്ട് ഇടപഴകുന്ന എംപ്ലോയീസിന്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, നമ്മളൊരു സ്റ്റഡി നടത്തും. ഓക്കെ, നമ്മൾ അതിനെപ്പറ്റി ഒന്ന് അറിഞ്ഞിരിക്കും. അതിനുശേഷം മാത്രമാണ് നമ്മൾ ഈ ഒരു വർക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. നമ്മൾ വർക്ക് ഫീൽഡ് ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മെറ്റീരിയാലിറ്റിയുടെ ബേസിസിൽ certain ലെഡ്ജേഴ്സ് എടുക്കും. ഓക്കെ, ആ ലെഡ്ജേഴ്സിന്റെ ഉള്ളിൽ നിന്ന് മെറ്റീരിയാലിറ്റി ബേസിസിൽ നമ്മൾ സാമ്പിൾസ് എടുക്കും, സാമ്പിൾസ് ക്ലയന്റിന് അയച്ചു കൊടുക്കും. ഓക്കെ, ആ അയച്ചു കൊടുക്കുന്ന സാമ്പിൾസ് ക്ലയന്റ് എന്ത് ചെയ്യണം, നമുക്ക് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് തരണം. ഓക്കെ, നമ്മളിപ്പോ ഒരു റവന്യൂ ലെഡ്ജർ എടുക്കുകയാണെങ്കിൽ ആ ലെഡ്ജറിൽ നമ്മൾ ട്രാൻസാക്ഷൻസ് ഒക്കെ ഒന്ന് ഓടിച്ച് വായിച്ചു നോക്കും. ഓക്കെ, ഫുൾ ആയിട്ട് നമുക്ക് വായിച്ചു നോക്കാൻ കഴിയില്ല, നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് പറ്റുന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ നമ്മൾ നോക്കും. ക്ലയന്റ് നമുക്ക് ലെഡ്ജർ തരുന്ന സമയത്ത് അതിലൊരു കോളം ഡേറ്റിനുണ്ടാവും, അതിനൊരു കോളം സീരിയൽ നമ്പറിനുണ്ടാവും അല്ലെ. അപ്പൊ സീക്വൻഷ്യൽ ടെസ്റ്റിംഗ് ഒക്കെ നിങ്ങൾ ഇതിൽ പഠിച്ചിട്ടുണ്ട്, ഇന്റേണൽ കൺട്രോൾസിൽ പഠിച്ചിട്ടില്ലടോ? ഓർമ്മ ഉണ്ടോ വല്ലതും? നിങ്ങൾ AA തിയറി നിങ്ങൾക്ക് ഓഡിറ്റ് ഫീൽഡിൽ വേണം. AA നിങ്ങൾ എന്താണോ പഠിക്കുന്ന ആ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ബൈ ഹാർട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് അതൊരു മൈൻഡിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ AA പഠിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടില്ലായിരുന്നോ നമ്മൾ സീക്വൻഷ്യൽ ടെസ്റ്റിംഗ് ഒക്കെ ചെയ്യണം എന്നൊക്കെ. അപ്പൊ സെയിം തിങ്, നമുക്കൊരു റവന്യൂ ലെഡ്ജർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് അതിന്റെ സീക്വൻസ് നോക്കും. 1 2 3 4 5 തന്നെയാണ് പോണേ നോക്കും. മിസ്സിംഗ് നമ്പേഴ്സ് ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്, ഏതോ ഒരു എൻട്രി അവരെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ മിസ്സിംഗ് ആണ് എന്നൊക്കെ എന്നുള്ളത് നമുക്ക് ഫസ്റ്റിലേ അറിയാൻ വേണ്ടി പറ്റും. ക്ലിയർ അല്ലേ? പിന്നെ നമ്മൾ നോക്കുക നെറേഷൻസ് ആണ്, ഓരോ റവന്യൂ റെക്കോർഡ് ചെയ്തേക്കുന്ന നെറേഷൻസ്. പിന്നെ റവന്യൂ ജനറലി ക്രെഡിറ്റ് സൈഡ് ആണ് വരിക. അപ്പൊ ഡെബിറ്റ് സൈഡ് ഉണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് വന്നു, ഇതൊക്കെ നമ്മൾ
ചെയ്യും. ഇത് ജസ്റ്റ് റവന്യൂയുടെ മാത്രം ഞാൻ പറഞ്ഞ, അതുപോലെ ഓരോ ലെഡ്ജറും മെറ്റീരിയൽ ആയിട്ടുള്ള ലെഡ്ജേഴ്സ് ഒക്കെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇതുപോലെ സ്ക്രൂട്ടനൈസ് ചെയ്യും. നമ്മൾ മൊത്തത്തിൽ എന്തോന്ന് അരിച്ച് പെറുക്കിയിട്ടാണ് നമ്മൾ സാമ്പിൾസ് എടുത്തു കൊടുക്കുക. വെറുതെ സാമ്പിൾസ് സെലക്ട് ചെയ്യലല്ല, മൊത്തത്തെ അരിച്ച് പെറുക്കിയിട്ടാണ് നമ്മൾ സാമ്പിൾസ് എടുത്തു കൊടുക്കുക. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ അതാണ് ഫീൽഡ് വർക്ക് ആയിട്ട് ബന്ധപ്പെട്ടത്. ഫീൽഡ് വർക്ക് ബേസിക്കലി ക്ലയന്റിന്റെ എല്ലാ റെക്കോർഡ്സും സാമ്പിൾസ് എടുത്ത് ചെക്ക് ചെയ്യലാണ്. ഓക്കെ അല്ലേ? ഇനി എന്താണ് കംപ്ലീഷൻ ആൻഡ് റിവ്യൂ? നമ്മൾ ക്ലയന്റിന്റെ സാമ്പിൾസ് എടുത്തു, നമ്മൾ അതൊക്കെ ചെക്ക് ചെയ്തു. നമ്മൾ എന്ത് ചെയ്യും? ഇനി അടുത്ത ഫേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്ലയന്റിന്റെ FS ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യും. ക്ലയന്റിന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യും. രണ്ട് രീതിയിലുണ്ട്. ബിഗ് ഫേംസിലെല്ലാം ആണെങ്കിൽ ക്ലയന്റ് തന്നെ നമുക്ക് FS പ്രിപ്പയർ ചെയ്തിട്ട് തരും. ഇനി നമ്മൾ വർക്ക് ചെയ്യുന്നത് കുറച്ചൊരു മീഡിയം അല്ലെങ്കിൽ സ്മോൾ ഫേംസിലാണെങ്കിൽ നമ്മളായിരിക്കും എന്ത് ചെയ്യുക, FS ക്ലയന്റിന് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്റെ ഒക്കെ കമ്പനിയിൽ നമ്മളാണ് FS പ്രിപ്പയർ ചെയ്യുന്നത്. ഇത് നല്ലതുമാണ് മോശമാണ്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ഫേംസ് ഈസിലി ക്ലയന്റിനെ കൊണ്ട് ചെയ്യിക്കുന്ന കാര്യം നമ്മൾ ചെയ്യും, അത് മോശം. പക്ഷെ രണ്ടാമത്തെ എന്താണ്, നമുക്ക് പഠിക്കാൻ പറ്റും, ഒരുപാട് പഠിക്കാൻ പറ്റും. അതായത് നമ്മളാണ് ക്ലയന്റിന്റെ FS പ്രിപ്പയർ ചെയ്യുക, നമ്മളാണ് എല്ലാം നോക്കുക. അപ്പൊ ആ സമയത്ത് നമ്മൾ ഒരുപാട് നമ്മുടെ തന്നെ മിസ്റ്റേക്സ് കുറെ പഠിക്കാൻ പറ്റും. ഈ നമ്മള് തിയറിറ്റിക്കൽ നോളജ് മാത്രമല്ല എന്നുള്ളത് ആ സമയം നമുക്ക് മനസ്സിലാവും. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സീനിയേഴ്സിനോട് പോയിട്ട് ചോദിച്ചിട്ട് നമുക്ക് അറിവ് കിട്ടേണ്ട ഒരുപാട് കാര്യങ്ങൾ ആ ടൈം നമ്മൾ അറിയും. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഓഡിറ്റ് കംപ്ലീറ്റ് ചെയ്ത് FS ഒക്കെ റെഡിയാക്കി വെക്കും. ഇനി എന്ത് ചെയ്യും, ഇത് നമ്മൾ അങ്ങോട്ട് ഇഷ്യൂ ചെയ്യോടാ? നമ്മൾ ഇതൊക്കെ ചെയ്തെന്ന് വെച്ചിട്ട് നമ്മൾ ഇഷ്യൂ ചെയ്യോ? ഈ കാര്യങ്ങളൊക്കെ നമ്മൾ വെരിഫൈ ചെയ്തെന്ന് വിചാരിച്ചിട്ട് ഇഷ്യൂ ചെയ്യാനുള്ള റൈറ്റ് നമുക്കുണ്ടോ? ഇതാ നിങ്ങൾ FS എടുത്തോളി എന്ന് പറഞ്ഞിട്ട് പോവാടാ? ഇല്ല. ഒന്ന് എല്ലാരും ഒന്ന് ഇറങ്ങ്. നിങ്ങൾക്കെല്ലാം ടൈപ്പ് ചെയ്യാൻ ഇത്രയും മടിയാണോ? ക്ലാസ് ഇന്ററാക്റ്റീവ് ആയാൽ അതിനൊരു രസം ഉണ്ടാവും. പൊട്ടത്തരം വിളിച്ചു പറഞ്ഞാലും പ്രശ്നമില്ല. ഞാൻ അങ്ങനെ കുറേ പൊട്ടത്തരം വിളിച്ചറിയുന്ന കുട്ടികളുടെ ഇടയിൽ നിന്ന് വന്നതാ. സോ ഐ എം ഓക്കെ. ഐ മൈസെൽഫ് വാസ് someone like that. ഈവൻ നിഷാൽ സാറിന്റെ ക്ലാസ്സിൽ സാറിനോട് ഒരുപാട് ഡൗട്ട് ചോദിച്ചിട്ട് സാർ ഒരിക്കൽ എന്റെ പേപ്പറിൽ വരച്ചിട്ടിട്ടുണ്ട്, ഇത് വേണ്ട, ഇത് പഠിക്കണ്ട എന്നുള്ള രീതിയിൽ. അറിയോ? സാറിനോട്, അതായത് ആവശ്യമില്ലാത്ത അനാവശ്യമായിട്ടുള്ള ഒരു ഡൗട്ട് ആയിരുന്നു. അപ്പൊ സാർ എന്ത് ചെയ്തു, പെണ്ണെടുത്തിട്ട് വന്നിട്ട് ഇങ്ങനെ കുത്തിയിട്ട് പറഞ്ഞു ഇത് വേണ്ട. അപ്പൊ അതുപോലെ നിങ്ങൾക്ക് ഡൗട്ട് വയ്ക്കാം. ഞാൻ ഈ സെഷൻ എടുക്കുന്ന സമയത്തുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അഭിപ്രായങ്ങൾ പറയാം. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം. അതൊക്കെ വായിക്കുമ്പോൾ എനിക്ക് സന്തോഷം, നിങ്ങൾക്ക് ഒരു പവർ കിട്ടട്ടെ. ഓക്കെ, സോ മൂവിങ് ഓൺ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യത്തില്ല, നമ്മൾ ചെയ്ത വർക്ക് നമ്മൾ അപ്പടി ഇഷ്യൂ ചെയ്യല്ല ചെയ്യുക. നമ്മുടെ ഫയൽ എന്ത് ചെയ്യണം, നമ്മൾ പ്രിപ്പയർ ചെയ്ത ഓഡിറ്റ് അല്ലെങ്കിൽ നമ്മൾ ചെയ്ത് വെച്ച ഓഡിറ്റ് വർക്ക് ആരെങ്കിലും റിവ്യൂ ചെയ്യണം അല്ലേ? അപ്പൊ നമ്മുടെ സീനിയർ മാനേജേഴ്സ്, വലിയ വലിയ ഫേംസിലാണെങ്കിൽ പാർട്ട്നേഴ്സ്, ഇവരൊക്കെ റിവ്യൂ ചെയ്യും. അതായത് നമ്മുടെ ഫയല് ഒരുപാട് നമ്മളെക്കാളും 10-12 ഇയേഴ്സ് അല്ലെങ്കിൽ 25 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്യും, ഒന്ന് നോക്കും നമ്മൾ ചെയ്തത് കറക്റ്റ് ആണോ, അതിൽ നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, കവർ ചെയ്യാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടോ. അപ്പൊ അങ്ങനെയൊക്കെ എന്ത് ചെയ്യും, ഒരു സീനിയർ വന്നിട്ട് നമ്മൾ ചെയ്തതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യും. ഈ സമയത്താണ് എല്ലാവരുടെയും എന്താ പറയാ, നമുക്ക് ഫസ്റ്റ് ഒക്കെ തോന്നിപ്പോവും നമ്മൾ പൊട്ടന്മാരാണോ, ഇത്ര പൊട്ടന്മാരാണോ. നമ്മൾ പൊട്ടന്മാരല്ലടാ, അവർക്ക് എക്സ്പീരിയൻസ് കൂടുതലാ. അപ്പൊ നമ്മൾ കാണാത്ത കുറെ കാര്യങ്ങൾ അവര് ഷടപടേന്ന് പറഞ്ഞിട്ട് പിടിക്കും. ഓക്കെ അല്ലേ? ഇപ്പൊ എന്താണ്, നിങ്ങൾ ഒരു ഓഡിറ്റ് ഫേമിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ റിവ്യൂവിന്റെ സമയത്ത് നിങ്ങൾക്ക് തോന്നും നിങ്ങൾ പൊട്ടന്മാരാണ്, പക്ഷെ നിങ്ങൾ പൊട്ടന്മാരല്ല, നിങ്ങൾ പഠിക്കുന്നതാ. ഓക്കെ, ഞാൻ ഫസ്റ്റ് പോയപ്പം ഇത്ര 46 റിവ്യൂ പോയിന്റ്സ് അങ്ങനെ എന്തായാലും ഉണ്ടായിരുന്നു. നമ്മൾ ഈ റിവ്യൂ ചെയ്യുന്ന സമയത്ത് നമ്മൾ റിവ്യൂ ചെയ്യുന്ന സീനിയർ എന്ത് ചെയ്യും, നമുക്ക് പോയിന്റ്സ് തരും, എന്തൊക്കെ ഇനിയും അഡീഷണലി കവർ ചെയ്യണം, എന്തൊക്കെ ഇനിയും നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം എന്താണ്, ചിലപ്പം 46, 60 അങ്ങനെയൊക്കെ പോയിന്റ്സ് ഉണ്ടാവും. അത്രയും കുറെ നമ്മൾ ക്ലിയർ ചെയ്യേണ്ടി വരും. വലിയ വലിയ ലിസ്റ്റഡ് ക്ലയൻസ് ഒക്കെ ആണെങ്കിൽ അത്രയും കുറെ റിവ്യൂ പോയിന്റ്സ് നമുക്ക് കിട്ടും ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഫസ്റ്റത്തെ ഓഡിറ്റിൽ ഞാൻ വിചാരിച്ചു ഞാൻ പൊട്ടത്തെയാണ്, ലൈക്ക് 6 ഇയേഴ്സ് ഓഡിറ്റ് ടീച്ചിങ് ഒന്നുമല്ലേ ഇരുന്നോ ചിന്തിച്ച ഒരു സ്റ്റേജ് എനിക്ക് ഉണ്ടായിരുന്നു. പിന്നെ ശീലമായതെല്ലാം പിന്നെ പഠിച്ചു തുടങ്ങി. ഓക്കെ, ആദ്യമൊക്കെ കുറച്ച് ഉഴപ്പി, പിന്നെ പഠിച്ചു ഇപ്പോഴും പഠിക്കുന്നതാണ്. ഇപ്പോഴും നമുക്ക് എന്തായാലും നമ്മുടെ സീനിയേഴ്സിന്റെ അത്ര എക്സ്പീരിയൻസ് ഒന്നും നമുക്ക് ഉണ്ടാവില്ല. അവര് റീഡ് ചെയ്യുന്ന പോലെ നമുക്ക് ചിലപ്പോൾ റീഡ് ചെയ്യാൻ പറ്റിയെന്ന് വരൂല. ഓക്കെ, അപ്പൊ നമ്മളെപ്പോഴും ചെയ്യുന്ന സമയത്ത് ചില കാര്യങ്ങൾ നമ്മൾ കവേർഡ് ആയിരിക്കില്ല, ചില കാര്യങ്ങൾ നമ്മൾ
മിസ്സായി പോയിണ്ടാവാം. അപ്പൊ ഇതൊക്കെ നമ്മൾ ഈ റിവ്യൂലാണ് നമ്മൾ പിടിക്കുക. ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് കംപ്ലീഷൻ ആൻഡ് റിവ്യൂ പറയുന്നത്. ഇനി ലാസ്റ്റ് വൺ എന്താണ്? എല്ലാവരുടെയും റിവ്യൂ ഒക്കെ റിവ്യൂ 4 സ്റ്റേജസ് 5 സ്റ്റേജസ് ഒക്കെ ആക്കിയിട്ടുണ്ടാവും. ചെറിയ ചെറിയ സ്മോൾ ഫേംസ് ആണെങ്കിൽ ചിലപ്പോൾ ഒരു റിവ്യൂ ഒരാൾ മാത്രമേ റിവ്യൂ ചെയ്യുള്ളൂ, മാനേജർ മാത്രമേ റിവ്യൂ ചെയ്യുള്ളൂ. കുറച്ചും കൂടി വലിയ ഫേംസ് ആണെങ്കിൽ ചിലപ്പോൾ മാനേജറും ഡയറക്ടറും എക്സിക്യൂട്ടീവ് ഡയറക്ടറും ഒക്കെ റിവ്യൂ ചെയ്യും. അതിനെക്കാട്ടും വലിയ ഫേംസ് ആണെങ്കിൽ ഒരു 3-4 ആൾക്കാരുടെ ഇടയിൽ ഫയൽ പോയിട്ടായിരിക്കും അത് കംപ്ലീറ്റ് ആവുക. ഓക്കെ അല്ലേ? അപ്പൊ റിവ്യൂ എന്ന് പറയുന്ന സ്റ്റേജ് എന്താണ്? നമ്മൾ ചെയ്ത ഒരു കാര്യം നമ്മളെക്കാട്ടി എക്സ്പീരിയൻസ്ഡ് ആയിട്ട് നമ്മളെക്കാട്ടി നോളജ് ഉള്ള ഒരാള് നോക്കിയിട്ട് നമ്മളെ പാസ്സാക്കൽ. ഓക്കെ അല്ലേ? മാത്രമേ. പിന്നെ നല്ല നല്ല സീനിയർ ആണെങ്കിൽ പക്ഷെ ഇല്ലാത്തത് നിങ്ങൾക്ക് പറയാൻ ആണോ അൺസ്റ്റേബിൾ എന്ന് പറഞ്ഞിട്ട് വരുന്നത്? സോറി എന്നറിയില്ല, തീരെ സ്റ്റേബിൾ അല്ല. BSNL നെറ്റ്വർക്ക് അല്ല. നല്ല സാധനം, നല്ല സാധനം, നല്ലതാണോ? നല്ല നല്ല നെറ്റാണ്. ഓക്കെ, എന്തുകൊണ്ടാണ് കിട്ടാത്തെന്ന് എനിക്കറിയില്ല. ഓക്കെ, കേൾക്കാവോ? എവിടെയാ സ്റ്റോപ്പ് ചെയ്തെന്നുള്ളത് അറിയുവാണെങ്കിൽ ഒന്ന് ചാറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്താൽ ഞാൻ അവിടുന്ന് പിക്കപ്പ് ചെയ്യും. എവിടെയാണ് നിങ്ങൾ കേട്ടത്? ഗൈസ് റെസ്പോണ്ട്. സംബഡി റെസ്പോണ്ട്. ഞാൻ വേൾഡ് കപ്പ് ഒന്നും കാണില്ല. വേൾഡ് കപ്പ് കാണാൻ പോയിന്ന് വിചാരിച്ചു. റിവ്യൂ പോയിന്റ്. ഓക്കെ, അപ്പൊ റിവ്യൂ കഴിഞ്ഞു കഴിഞ്ഞാ ഞാൻ മറ്റേത് പറഞ്ഞത് കേട്ടിട്ടില്ലെങ്കിൽ ഞാൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. എനിക്ക് തോന്നിയ സങ്കടം നിങ്ങൾക്ക് തോന്നണ്ടെന്ന് വിചാരിച്ചിട്ടാ. നിങ്ങളുടെ സീനിയർ, ഓക്കെ,
ടോക്സിക് ആണെന്ന് വിചാരിക്കുക, നിങ്ങളെ നല്ലോണം ഇൻസൾട്ട് ചെയ്തു എന്ന് വിചാരിക്കുക, നിങ്ങൾ നിലം പറ്റി സങ്കടമായി അത്രയും വിഷമായി എന്ന് വിചാരിക്കുക, ഇമോഷണലി ഡൗൺ ആയി എന്ന് വിചാരിക്കുക. പക്ഷെ ഡൗൺ ആവരുത്. കാരണം എന്താ വെച്ചാൽ നിങ്ങള് ലേണിംഗ് ഫേസിലാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ സീനിയർ എന്ത് പറയുന്നതും നിങ്ങൾ എന്താ പറയാ, അത് പേഴ്സണലി എടുക്കരുത്. നിങ്ങൾ നിങ്ങളെ പ്രൊഫഷണലി ഡെവലപ്പിംഗ് ആയിട്ട് അതായത് നിങ്ങളുടെ പ്രൊഫഷണൽ ഡെവലപ്മെന്റിന് അതൊരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിട്ട് കാണാം. റിവ്യൂ പോയിന്റ്സിലാണ് നിങ്ങൾ എവിടൊക്കെ തെറ്റി, അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ബെറ്റർ ആവാൻ പറ്റും എന്നുള്ളത് റിവ്യൂ പോയിന്റ്സിലാണ് വരിക. ഓക്കെ, സോ ആ ഒരു മൈൻഡിൽ നിങ്ങൾ ആ റിവ്യൂ എടുക്കുക. ഒരുപാട് ആൾക്കാർ ഇപ്പൊ വേൾഡ് കപ്പ് കാണാൻ ഓടും, അപ്പൊ എന്റെ ക്ലാസ് മിസ് ആവണം, ഇത് നല്ല ക്ലാസ് ആണെന്ന് നമുക്കറിയാം. ഓക്കെ, ഇനി അഞ്ചാമത്തത്, റിവ്യൂ ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാല് നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ എസ് കംപ്ലീറ്റ്ലി റെഡി ആക്കിയ നമ്മൾ എന്ത് ചെയ്യും, റിപ്പോർട്ട് ഇഷ്യൂ ചെയ്യും. ഓക്കെ അല്ലേ, നമ്മൾ എന്ത് ചെയ്യും, റിപ്പോർട്ട് ഇഷ്യൂ ചെയ്യും. ഇനി സ്റ്റേജ് 1 ഈ പറഞ്ഞ ക്ലൈന്റ് ആക്സെപ്റ്റൻസിന്റെ ആണ് ഇതൊക്കെ നമ്മള് AA കവേർഡ് ആണ്. നിങ്ങൾ ഓൾറെഡി പഠിച്ചതൊന്നും നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടി ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പം ജസ്റ്റ് ഈ PPT ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. ആ സമയത്ത് എന്ത് ചെയ്യുക, ഒന്ന് വെറുതെ ജസ്റ്റ് ഓടിച്ച് നോക്കുക. ഇതും സെയിം തിങ്, ഞാൻ ഷോർട്ട് ആയിട്ട് പറഞ്ഞ കാര്യങ്ങളാണ് ഇവിടൊക്കെ. ഇതൊക്കെ പിന്നെ നിങ്ങൾക്ക് അറിയാം അല്ലെ, നമ്മൾ എങ്ങനെയാണ് മെറ്റീരിയാലിറ്റി എടുത്തേക്കുന്നതെന്നുള്ളത്. 5% പ്രോഫിറ്റിന്റെ മുകളിലാണ്. ഓക്കെ, അല്ലെങ്കിൽ റവന്യൂ ആണെങ്കിൽ 1 to 2% ആണ്. ഓക്കെ, ഇനി ടോട്ടൽ അസറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ 1%ന്റെ മുകളിലാണ്. ഇതൊക്കെ നിങ്ങൾ AAA പഠിക്കുന്നതാണ്. പെർഫോമൻസ് മെറ്റീരിയാലിറ്റി 75%ന്റെ ഓവറോൾ ആണ്. ഇനി ഇതൊന്നും നിങ്ങൾക്ക് ആവശ്യം ഉണ്ടാവില്ല. നിങ്ങൾ ഓഡിറ്റ് ഫേമിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് അവർ നിങ്ങൾക്ക് പ്രീ പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്പ്രെഡ്ഷീറ്റ് തരും. അതിൽ നിങ്ങൾ ക്ലയന്റിന്റെ ടോട്ടൽ റവന്യൂ, പ്രോഫിറ്റ്, നെറ്റ് അസറ്റ്സ്, ഇക്വിറ്റി, ഈ നമ്പേഴ്സ് ഒക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്പ്രെഡ്ഷീറ്റ് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് മെറ്റീരിയാലിറ്റി തരും. എന്താണ് ട്രിവിയൽ മിസ്റ്റേക്സിന്റെ ഇഗ്നോറബിൾ വാല്യൂ തരും. ഓക്കെ, അതേപോലെ പെർഫോമൻസ് മെറ്റീരിയാലിറ്റി തരും. എല്ലാം നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്ത് തരും. അപ്പൊ ഇത് എന്ത് ചെയ്യണ്ട, നിങ്ങൾ ACCA AAA പഠിച്ച പോലെ ബൈഹാർട്ടൊന്നും ഇവിടെ വേണ്ട, അതിന്റെ ഒന്നും ആവശ്യമില്ല. ഓക്കെ, അതുകൊണ്ട് ഞാനത് കംപ്ലീറ്റ്ലി സ്കിപ്പ് ചെയ്യാം. ഇനി ഇതും ഞാൻ സ്കിപ്പ് ചെയ്യാം. ഇതും പ്യോർലി AA തിയറി ആണ്. നിങ്ങൾ ചെയ്യുക രണ്ട് കാര്യങ്ങളാണ്, ടെസ്റ്റ് ഓഫ് കൺട്രോളും സബ്സ്റ്റാൻഡീവ് പ്രൊസീജിയേഴ്സും. ടെസ്റ്റ് ഓഫ് കൺട്രോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. സബ്സ്റ്റാൻഡീവ് പ്രൊസീജിയേഴ്സ് നിങ്ങൾ കുറേ ബൈഹാർട്ട് പഠിച്ച കാര്യങ്ങളാണ്. അതൊന്നും ഇപ്പൊ ഞാൻ പറഞ്ഞിട്ട് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, എന്റെ മെയിൻ എയിം എന്ന് വെച്ചാൽ ഒരു കമ്പനിയുടെ നിങ്ങളുടെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് എങ്ങനെ ഇരിക്കും എന്ന് അറിയാൻ വേണ്ടിയിട്ടാ. ഓക്കെ അല്ലേ, അപ്പൊ ഇവിടെ നമ്മള് അപ്പൊ ആ പറഞ്ഞ പോലെ റിവ്യൂ പോയിന്റ്സ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ലാസ്റ്റ് സ്റ്റേജ് എക്സ്റ്റേക്ക് റിപ്പോർട്ട് ഇഷ്യൂ ചെയ്യலாம். ഇനി റിപ്പോർട്ട് നിങ്ങൾ പല രീതിയിലായിട്ട് പഠിച്ചിട്ടുണ്ട്. ഇഫ് യു റിമെമ്പർ, നമ്മൾക്ക് മോഡിഫൈഡ് ഒപ്പീനിയൻ ഉണ്ട്, അൺമോഡിഫൈഡ് ഒപ്പീനിയൻ ഉണ്ട്, ക്വാളിഫൈഡ് ഒപ്പീനിയൻ ഉണ്ട്, ഡിസ്ക്ലെയിമർ ഒപ്പീനിയൻ ഉണ്ട് അല്ലേ? അതൊക്കെ ഓർമ്മയില്ലേ? ഓർമ്മയില്ലടോ അതൊക്കെ? AA AAA പഠിച്ചവർക്ക് അതൊക്കെ അറിയണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഏറ്റവും എന്താണ് ഏറ്റവും നല്ല റിപ്പോർട്ട് ഏതാണെന്ന് ഒന്ന് പറഞ്ഞുതരോ ചാറ്റില്? അത് പറഞ്ഞുതരോ? അറിയോ അത്? ഏതാണ് ഏറ്റവും നല്ല റിപ്പോർട്ട്? ഏതാ? വേഗം പറ, വേഗം ആവട്ടെ. ഏറ്റവും ഓക്കെ, ഇതിനെ നമ്മൾ പറയാ എന്താണ്? അൺക്വാളിഫൈഡ് എന്നാണ് പറയാ, അൺമോഡിഫൈഡ് ഒപ്പീനിയൻ. എന്താ പറയാ? അൺമോഡിഫൈഡ് ഒപ്പീനിയൻ. അതായത് നമ്മൾ ഓഡിറ്റ് ചെയ്തതിൽ വെച്ചിട്ട് അവരുടെ FS ഒക്കെ ട്രൂ ആൻഡ് ഫെയർ ആണെന്ന് നമ്മൾ പറയുന്നതാണ് എന്ത്? അൺമോഡിഫൈഡ് ഒപ്പീനിയൻ. ക്ലിയർ അല്ലേ? ഇനിയിപ്പം കമ്പനിക്ക് ഒരുപാട് കാര്യങ്ങള് നല്ലതാണ്. ഓക്കെ, പക്ഷെ ഒരു സെക്ഷൻ മാത്രം മിസ്റ്റേക്ക് വന്നു, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കും? ക്വാളിഫൈഡ് ഒപ്പീനിയൻ കൊടുക്കും. നിങ്ങൾ ഒരു ഓഡിറ്റർ ആയിട്ട് കയറുന്ന സമയത്ത് നിങ്ങൾ എപ്പോഴും ക്ലൈന്റ് ആയിട്ട് അടി ചെയ്യുക ക്വാളിഫൈഡ് ഒപ്പീനിയന്റെ മുകളിലായിരിക്കും. അത് ഞങ്ങൾക്ക് ഇപ്പോഴേ പറഞ്ഞുതരാം. ക്ലൈന്റിന്റെ ഏതെങ്കിലും ഒരു പാർട്ടിൽ തെറ്റുണ്ടാവും, അപ്പൊ നിങ്ങൾ ക്വാളിഫൈഡ് ഒപ്പീനിയൻ കൊടുക്കാൻ നോക്കും, നിങ്ങൾ ക്ലൈന്റുമായിട്ട് ഡിസ്കസ് ചെയ്യും. ഇതൊക്കെ ആയിരിക്കും. ഇതൊരു സ്ഥിരം പരിപാടിയായിരിക്കും നിങ്ങൾക്ക്. 100 ശരിയാണെങ്കിൽ സോറി 100 കാര്യങ്ങളുണ്ടെങ്കിൽ ചിലപ്പോൾ 99 ശരിയായിരിക്കും. ആ ഒന്നിന്റെ പേരിൽ ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? നിങ്ങളും ക്ലൈന്റും ഒരു എന്താണ് സംസാരിക്കേണ്ടി വരും. ഡിസ്കഷൻ എന്തായാലും അവിടെ ഉണ്ടാവും. അത് ക്വാളിഫൈ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്. ചിലപ്പം അത് ഇൻവെന്ററിയുടെ മുകളിലായിരിക്കാം. ക്ലൈന്റ് മര്യാദയ്ക്ക് ഇൻവെന്ററി കൗണ്ട് ചെയ്തിട്ടില്ല. ഈ സ്കൂൾസിന്റെ ഒക്കെ കേസസിൽ മോസ്റ്റ് കോമൺലി ഈ ഇൻവെന്ററി കൗണ്ടിന്റെ ചെറിയൊരു ഇഷ്യൂ വരും. കാരണം ഇൻവെന്ററി കൗണ്ട് മിഡിൽ ഓഫ് ദി ഇയറിൽ ഇവർ ചെയ്യുക, നമ്മൾ ഓഡിറ്റേഴ്സ് ചെയ്യുന്ന ഇയർ എൻഡിലാണ്. അപ്പൊ ആ ഒരു ടൈമിംഗ് ഡിഫറൻസ് ഉള്ളതുകൊണ്ട് ഈ സ്കൂൾസിന്റെ ഓഡിറ്റ്സിലൊക്കെ ചെറിയ സമയത്ത് ഈ ഇൻവെന്ററി ഒക്കെ നമ്മൾ ക്വാളിഫൈ ചെയ്യും. ഓക്കെ അല്ലേ? കുറെ അതെ, കുറെ മിസ്റ്റേക്സ് പൊട്ടനായിട്ട് തോന്നും. ഓക്കെ അല്ലേ?
ഇനി നമ്മള് ട്രയൽ ബാലൻസ് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് നോക്കാന്നുള്ളതാ പറയാൻ പോകുന്നത്. ഈ ഒരു സാധനം നിങ്ങൾ കാണുന്നത് നിങ്ങളുടെ ഓഡിറ്റ് സോഫ്റ്റ്വെയറിൽ ഓൾറെഡി നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് കറന്റ് ഇയർ ഫിഗേഴ്സും ഉണ്ടാവും. ഓക്കെ, അതേപോലെ പ്രീവിയസ് ഇയർ ഫിഗേഴ്സും ഉണ്ടാവും. അതിന്റെ കൂടെ തന്നെ സോഫ്റ്റ്വെയറിൽ തന്നെ ചേഞ്ചും ഇൻ പെർസെൻറ്റേജ് കാണിക്കും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ പിക്ക് ഔട്ട് ചെയ്യും ഏതൊക്കെ. ഫോർ എക്സാമ്പിൾ നിങ്ങൾ മെയിൻലി P&L ആണ് ഫസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കുക. P&L നമുക്ക് വേഗം കണ്ടുപിടിക്കാൻ കഴിയും. എക്സ്പെൻസസ് ഒക്കെ ചിലപ്പം കഴിഞ്ഞ കൊല്ലം ഇക്കൊല്ലം തമ്മിൽ ഒരു 72, ഇപ്പം ഫോർ എക്സാമ്പിൾ ഇവിടെ റവന്യൂ നോക്കുക, 72% ഇൻക്രീസ് ആണ് അല്ലെ. എങ്ങനെ സംഭവിച്ചു? ആ ഒരു ക്ലയന്റിന് എങ്ങനെയാണ് ഇത്രയും കുറെ പെർസെന്റേജ് റവന്യൂ ഇൻക്രീസ് ചെയ്യാൻ പറ്റിയത്? അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വരും. ഇനിയിപ്പോ ഇൻവെന്ററി കൂടി. അപ്പൊ ഇനി സപ്പോസ് നമ്മൾ നോക്കുന്ന സമയത്ത് റവന്യൂ കൂടിയിട്ടുണ്ട്, അതുപോലെ ഇൻവെന്ററി കൂടിയിട്ടുണ്ട്, ട്രേഡ് റിസീവബിൾസ് കൂടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഊഹാപോഹം വെച്ച് നമ്മുടെ പ്രൊഫഷണൽ ജഡ്ജ്മെന്റ് വെച്ച് നമുക്ക് പറയാം, ഓക്കെ, ക്ലയന്റിന് റവന്യൂ കൂടിയത് കസ്റ്റമേഴ്സ് കൂടിയിട്ടാണ്. അങ്ങനെയൊക്കെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. സ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ചേഞ്ചസ് നല്ല രീതിക്ക് നോക്കിയിട്ട് സ്ക്രൂട്ടനൈസ് ചെയ്ത് നമ്മൾ എടുക്കും. എന്നിട്ട് നമ്മൾ അതിനെ നല്ലോണം ടെസ്റ്റ് ചെയ്യും. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഇനി റവന്യൂയുടെ കേസസിലാണെങ്കിൽ ഞാൻ എന്റെ ഓഡിറ്റ്സിൽ കണ്ടുവന്ന ചില മിസ്റ്റേക്സ്, ഒന്ന് എന്താണ്, ഗുഡ്സ് കസ്റ്റമർ അടുത്ത് എത്തുന്നതിന് മുന്നേ റെക്കോർഡ് ചെയ്യുക. ഓക്കെ, അല്ലെങ്കിൽ പിന്നെ എന്താണ്, ഇപ്പം കൺസ്ട്രക്ഷൻ കമ്പനി ആണെങ്കിൽ നമ്മുടെ കൺസ്ട്രക്ഷൻ വേറൊന്ന് പറയാനുള്ളത്, കൺസ്ട്രക്ഷൻ കമ്പനീസിന്റെ കേസിൽ ഓഡിറ്റ്സ് കംപ്ലീറ്റ്ലി നമുക്കൊരു ലേണിംഗ് കർവ് ആയിരിക്കും. നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിലായിരിക്കും നമ്മളത് പഠിക്കുക. ഓക്കെ, അപ്പൊ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ പ്രശ്നം എന്താന്ന് വെച്ചാൽ, നമ്മളൊരു കൺസ്ട്രക്ഷൻ ഏറ്റെടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ക്ലയന്റിന്റെ അടുത്തുനിന്ന് ആ ഒരു കൺസ്ട്രക്ഷൻ, അതായത് പെർസെന്റേജ് ഓഫ് കംപ്ലീഷന് നമുക്കൊരു PC കിട്ടണം. PC എന്ന് വെച്ചാൽ പേയ്മെന്റ് സർട്ടിഫിക്കറ്റ്. ഓക്കെ അല്ലേ? അപ്പം എത്രത്തോളം കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്ന് ക്ലയന്റ് ആക്സെപ്റ്റ് ചെയ്താൽ മാത്രമാണ് നമ്മൾ റവന്യൂ റെക്കോർഡ് ചെയ്യുക. അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ കൺസൾട്ടന്റ് പറഞ്ഞാലാണ് നമ്മൾ റവന്യൂ റെക്കോർഡ് ചെയ്യുക. അപ്പൊ കൺസ്ട്രക്ഷൻ ബിസിനസിന്റെ കേസസിലൊക്കെ ഈ റവന്യൂ ചിലപ്പോൾ മിസ്സ്റ്റേറ്റഡ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പൊ നമ്മൾ നല്ലോണം എന്ത് ചെയ്യും? അതൊക്കെ പ്രൊഫഷണൽ ജഡ്ജ്മെന്റും സ്കെപ്റ്റിസിസും ഒക്കെ വെച്ചിട്ട് നമ്മൾ നല്ലോണം അതൊക്കെ ചിക്കിച്ചേഞ്ഞ് നോക്കും. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി ഇവിടെ ക്യാഷ് ഇക്വലൻസ് നമ്മൾ നോക്കണം. ക്യാഷ് കുറയുന്നുണ്ടോ കൂടുന്നുണ്ടോ അല്ലെ? ക്യാഷ് ഫ്ലോ കമ്പനിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതെങ്ങനെയാണെന്നുള്ളത് നമ്മൾ നോക്കും. അതേപോലെ കമ്പനിയുടെ കോസ്റ്റ് ഓഫ് സെയിൽസ് അല്ലെ, റവന്യൂ കൂടുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കോസ്റ്റ് ഓഫ് സെയിൽസും കൂടണം. അതാണ് നാച്ചുറൽ അല്ലെ? അതാണ് എന്താണ് ഒരു നോർമൽ ആയിട്ട് നടക്കുന്ന ഒരു കാര്യം. അതല്ലാന്നുണ്ടെങ്കിൽ അബ്നോർമൽ ആണ്. എന്റെ നെറ്റ് വീണ്ടും പ്രശ്നമുള്ളതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. ജസ്റ്റ് എന്ത് ചെയ്യുക? ഒരു PPT നമ്മൾ പറഞ്ഞു, അൺമോഡിഫൈഡ് ചില ഭാഗം ഒഴികെ ബാക്കിയെല്ലാം ഓക്കെ ആണെന്ന് പറയുന്ന ഒപ്പീനിയനാണ് ക്വാളിഫൈഡ് ഒപ്പീനിയൻ. ആഡ്വേഴ്സ് ഒപ്പീനിയൻ എന്ന് പറയുന്നത് ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് നല്ലല്ല എന്ന് പറയുന്നതാണ് ആഡ്വേഴ്സ് ഒപ്പീനിയൻ. ഡിസ്ക്ലെയിമർ ഓഫ് ഒപ്പീനിയൻ എന്ന് പറയുന്നത് നമ്മൾക്കൊരു ഒപ്പീനിയൻ പറയാൻ വേണ്ടി മാത്രം നമുക്ക് എവിഡൻസസ് കിട്ടിയില്ല, നമുക്ക് ക്ലയന്റിന്റെ കയ്യിൽ നിന്ന് സഫീഷ്യന്റ് അപ്രോപ്രിയേറ്റ് ഓഡിറ്റ് എവിഡൻസ് കിട്ടിയില്ല, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഡിസ്ക്ലെയിമർ ഓഫ് ഒപ്പീനിയൻ നമ്മൾ കൊടുക്കും. ഓക്കെ അല്ലേ? ഇനി നിങ്ങൾക്ക് ഞാനൊരു ചെറിയൊരു ഓഡിറ്റിന്റെ ഇനീഷ്യൽ സ്റ്റേജ് എങ്ങനെയാണ് നമ്മൾ ചെയ്യാന്നുള്ള ഒരു ചെറിയൊരു ഡെമോ തരാം. ഓക്കെ, ഇത് ഒരു ഡെമോ TB ആണ്, അതായത് ട്രയൽ ബാലൻസ് ആണ്. ഇതായിരിക്കും നമുക്ക് ക്ലയന്റിന്റെ അടുത്ത് നമുക്ക് ആദ്യം ഓഡിറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് കിട്ടുക അല്ലെ? നമുക്കൊരു ക്ലയന്റിന്റെ ഫിഗേഴ്സ് അറിഞ്ഞാൽ മാത്രമേ ആ ഒരു ഓഡിറ്റ് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യും എന്നുള്ളത് നമുക്ക് അറിയാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഇതിന്റെ ബേസിസിലായിരിക്കും എന്ത് ചെയ്യുക? നമ്മൾ അവരോട് സാധനങ്ങൾ ചോദിക്കുക. ഇനി പറയാനുള്ള കാര്യം, ഈ ഒരു TB നമ്മൾ എന്ത് ചെയ്യും? ഓഡിറ്റ് സോഫ്റ്റ്വെയറിലോട്ട് അപ്ലോഡ് ചെയ്യും. ഓക്കെ, ഓഡിറ്റ് സോഫ്റ്റ്വെയറിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് സൈമൾട്ടേനിയസ്ലി നമുക്ക് എന്ത് ചെയ്യും? കറന്റ് ഇയർ ഫിഗർ, പ്രീവിയസ് ഇയർ ഫിഗർ ഒക്കെ ആയിട്ട് നമുക്ക് കിട്ടും. അതിൽ നിന്നായിരിക്കും നമ്മൾ ഓരോ ലെഡ്ജേഴ്സും പിക്ക് ചെയ്യുന്നത്. ഇപ്പൊ സപ്പോസ് നമ്മൾ അങ്ങനെ ഓഡിറ്റ് സോഫ്റ്റ്വെയറിലൊക്കെ നമുക്കൊരു TB കിട്ടിയെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ക്ലയന്റിന്റെ അടുത്ത് നിന്ന് ഇനീഷ്യലി നമ്മൾ എന്തൊക്കെ വാങ്ങും എന്നുള്ളതാ പറയാൻ പോകുന്നത്.
അപ്പം ക്യാപിറ്റൽ അക്കൗണ്ട് അപ്പൊ ഓണേഴ്സ് എങ്ങനെ കളിച്ചാൽ ഞാൻ അക്കൗണ്ടിൽ നമ്മൾ ആദ്യം വെറുതെ വാങ്ങും, മൂവ്മെന്റ് ഒന്നും ഉണ്ടാവില്ല, പക്ഷെ ലെജർ വാങ്ങിയിട്ട് അവിടെ വെക്കും. പിന്നെ നമുക്ക് വേണ്ടത് എന്താണ്? ട്രേഡ് ലൈസൻസ് ആണ്. അപ്പൊ നമ്മൾ ടൈപ്പ് ചെയ്യും ട്രേഡ് ലൈസൻസ് വേണം. ഓക്കെ, അതേപോലെ നമുക്ക് എന്ത് വേണം? മെമ്മോറാൻഡം ഓഫ് അസോസിയേഷൻ വേണം. ഓണേഴ്സിനെ പറ്റി നമുക്ക് അറിയണം. അപ്പൊ ഈ MOA നമ്മൾ ചോദിക്കും. അപ്പൊ ഇതിനെ നമ്മൾ പറയാ ഇനീഷ്യൽ റിക്വയർമെന്റ്സ് എന്നാണ്. അപ്പൊ നമ്മൾ ഒരു ഹെഡിങ് ഒക്കെ ഇട്ട് നല്ല നീറ്റില് ക്ലൈന്റിന് ടൈപ്പ് ചെയ്ത് അയച്ചു കൊടുക്കും. റിക്വയർമെന്റ്സ്. എടാ ഞാൻ ഈ ലാപ്പെല്ലാം യൂസ് ചെയ്യില്ല, തീരെ സ്പീഡ് കിട്ടുന്നില്ല. അയ്യോ, പോയോ? ഓക്കെ, തീരെ സ്പീഡ് കിട്ടുന്നില്ല. യൂസ് ചെയ്യുന്ന ലാപ്പ് വ്യത്യാസം കേട്ടോ. ഇതൊന്നും കൂടെ ഓപ്പൺ ആക്കട്ടെ. കിട്ടി, നല്ലതായിട്ട് കിട്ടി. ഞാൻ വിചാരിച്ചു അതങ്ങ് പോയി. ചെറിയ ചെറിയ തോതിൽ എനിക്ക് ലാപ്പ് യൂസ് ചെയ്യാൻ കുറച്ചൊരു പാടുണ്ട്. ഞാൻ യൂഷ്വലി യൂസ് ചെയ്യുന്ന ലാപ്പല്ല, അപ്പൊ അതല്ലെങ്കിൽ എനിക്ക് ക്ഷമിക്കാം. ഓക്കെ, അപ്പൊ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ നമുക്ക് ട്രേഡ് ലൈസൻസും പിന്നെ നമ്മൾ എടുക്കുക എന്താണ്? ക്ലയന്റിന്റെ MOA, അതായത് ഓണേഴ്സിനെ നോക്കാൻ വേണ്ടിയിട്ട് MOA നമ്മൾ എടുക്കും അല്ലെ. പിന്നെ കാണുന്ന നോക്കിയേ, റിസർവ് ആൻഡ് സർപ്ലസ്, അതായത് എന്തൊക്കെയാണ് ഇവരുടെ റിസർവ്. ഇതാണ് ഞാൻ പറഞ്ഞ അക്യുമുലേറ്റഡ് ഫെയർ വാല്യൂ അല്ലെ. അപ്പൊ ഇവിടെ ഈ സമയം തന്നെ നമുക്കൊന്ന് മനസ്സിലാവും എന്താണ് IFRS 9 ഇവിടെ ഉണ്ട്. ഇവരെങ്ങനെയാണ് ഇത് റെക്കഗ്നൈസ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് അറിയണം. എന്താണ് P&L വഴിയാണോ റെക്കഗ്നൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ OCI വഴിയാണോ റെക്കഗ്നൈസ് ചെയ്യുന്നത്, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും? അറിഞ്ഞിട്ട് അവിടെ വെക്കും, എന്നിട്ട് നമ്മൾ ചെക്ക് ചെയ്യും. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? ലെഡ്ജർ എടുക്കും. അതായത് എല്ലാ കൊല്ലവും മൂവ്മെന്റ് ഉണ്ടാവും, ഇതിലൊരു മൂവ്മെന്റ് ഉണ്ടാവും. എല്ലാ കൊല്ലവും ഇവർ ഇത്ര വെച്ചിട്ട് പ്രോഫിറ്റ് ആഡ് ചെയ്യുന്ന ഒരു മൂവ്മെന്റ് അതിലുണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അതിനുള്ള ലെഡ്ജർ എടുക്കും. ഓക്കെ, അപ്പൊ ലെഡ്ജറിന് ടൈപ്പ് ചെയ്തിട്ട് കൊടുക്കും. പിന്നെ നമുക്ക് വേണ്ട എന്താണ്? അടുത്തെന്താ? ജനറൽ റിസർവ് ബേസിക്കലി ചിലപ്പം മൂവ്മെന്റ് ഒന്നും കാണത്തില്ല, പ്രീവിയസ് ഇയറും കറണ്ട് ഇയറും ഒക്കെ സെയിം ആയിരിക്കും. അപ്പൊ നമ്മൾ ഇഗ്നോർ ചെയ്യും. റീറ്റെയിൻ ഏർണിംഗ്സ് മൂവ്മെന്റ് ഉള്ള ഒരു സാധനമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ലെഡ്ജർ വാങ്ങിക്കും. ഇനി ഞാൻ പറഞ്ഞു ഇത് നമ്മൾ ഓഡിറ്റ് സോഫ്റ്റ്വെയറിലോട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യും എന്നുള്ളത് അല്ലെ. അപ്പൊ ഓഡിറ്റ് സോഫ്റ്റ്വെയറിൽ അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ബേസിക്കലി ക്ലയന്റിന്റെ പ്രീവിയസ് ഇയർ, എക്സിസ്റ്റിംഗ് ക്ലയന്റ് ആണെങ്കിൽ അവരുടെ പ്രീവിയസ് ഇയർ ഇഷ്യൂഡ് ഫിനാൻഷ്യൽസ് എടുക്കും. അതായത് ഒരു ഓഡിറ്റ് ഫേം ഇഷ്യൂ ചെയ്ത ഫിനാൻഷ്യൽസ് പ്രീവിയസ് ഇയർ, നമ്മളെ എന്താണ് പുതിയ ക്ലയന്റ് ആയാലും പഴയ ക്ലയന്റ് ആയാലും പ്രീവിയസ് ഇയർ ഫിനാൻഷ്യൽസ് എടുത്തിട്ട് നമുക്ക് രണ്ട് കാര്യങ്ങൾ നമുക്ക് ഉറപ്പുവരുത്തണം. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ റീറ്റെയിൻഡ് ഏർണിങ്സ് സെയിം ആണോ എന്ന് നോക്കണം. ഓപ്പണിംഗ് റീറ്റെയിൻഡ് ഏർണിങ്സും ഇതും ഒക്കെ സെയിം ആണോ നോക്കണം. ഓക്കെ, പിന്നെന്താണ്? നമ്മൾ ക്യാപിറ്റലിന്റെ എമൗണ്ട് ചെക്ക് ചെയ്യും. ഓക്കെ, ഇതൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ഫൈനലി ആ TB ഓഡിറ്റ് സോഫ്റ്റ്വെയറിലോട്ട് അപ്ലോഡ് ചെയ്യുക. കാരണം മിക്ക കമ്പനീസും ഈ റീറ്റെയിൻഡ് ഏർണിങ്സിൽ ചില മൂവ്മെന്റ്സ് ഉണ്ടാവും, ചിലപ്പോൾ ഈക്വൽ ആവണം എന്നില്ല. അപ്പൊ അതൊക്കെ നമ്മൾ ഫസ്റ്റിലെ ക്വസ്റ്റ്യൻ ചെയ്യണം അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നേ തന്നെ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ ഇത് ബേസിക്കലി നമ്മൾ ക്ലയന്റിനോട് ചോദിക്കുന്ന അത്ര. സാമ്പിളിംഗ് സ്റ്റേജ് എത്തിയിട്ടില്ല, ക്ലയന്റിനോട് ഓരോ കാര്യം വെച്ചിട്ട് നമ്മൾ ചോദിക്കുക. അപ്പം ചിലപ്പോൾ നമ്മൾ പ്രീ പോപ്പുലേറ്റഡ് സ്പ്രെഡ്ഷീറ്റിൽ ആ ഒരു സ്പ്രെഡ്ഷീറ്റ് ഇവിടെ കിട്ടിയില്ല, പക്ഷെ അങ്ങനെ ഒരു പ്രീ പോപ്പുലേറ്റഡ് സ്പ്രെഡ്ഷീറ്റ് നിങ്ങളുടെ ഓഡിറ്റ് ഫേംസ് നിങ്ങൾക്ക് തരും. അതിൽ നിങ്ങൾ ക്ലയന്റിന്റെ ടോട്ടൽ അസറ്റ്സ്, പ്രോഫിറ്റ്, റവന്യൂ ഇതൊക്കെ ഇട്ടിട്ട് നിങ്ങൾക്ക് വാല്യൂസ് കിട്ടും, എന്തൊക്കെയാണ് മെറ്റീരിയാലിറ്റി. സപ്പോസ് ഞാൻ ഇവിടെ ജസ്റ്റ് ഒരു സുമാറ് പറയാണ്, എന്റെ മെറ്റീരിയാലിറ്റി 15, അപ്പം അല്ലെങ്കിൽ പോട്ടെ 30,000 ഞാൻ എന്ത് ചെയ്യുക? ലെജേഴ്സ് ഒക്കെ ആ ബേസിസിലായിരിക്കും സെലക്ട് ചെയ്യുക. അപ്പൊ ഇവിടെ റീറ്റെയിൻ ഏർണിംഗ്സിന്റെ ലെജർ ഞാൻ എന്തായാലും വാങ്ങും, ക്യാപിറ്റൽ അക്കൗണ്ട്സിന്റെ ലെജർ ഞാൻ എന്തായാലും വാങ്ങും. ഓക്കെ, പിന്നെ ഞാനിപ്പോ ഇതാ നോക്കാണ്, ബാങ്ക് ലോൺ ഉണ്ട് അല്ലെ, ഓവർ ഡ്രാഫ്റ്റ് ഉണ്ട്, ലയബിലിറ്റി ഉണ്ട്, ടേം ലോൺ ഉണ്ട്, അൺസെക്യൂർഡ് ലോൺ ഉണ്ട്, അതായത് കുറേ എലമെന്റ്സ് ഉണ്ട്. ഇതിന്റെ ഒക്കെ നമുക്ക് എന്ത് വേണം? ഒന്ന് ലെഡ്ജർ വേണം, രണ്ടാമത്തത്
എന്തെങ്കിലും ബാങ്ക് ഡോക്യുമെന്റ്സ് വേണം ഇതൊക്കെ കൺഫേം ചെയ്യാൻ. ക്ലയന്റ് പറയാണ് നമുക്ക് ബാങ്ക് ലോൺ ഉണ്ട്, നമ്മൾ അടച്ച് വിശ്വസിക്കോ? ലെഡ്ജർ ഉണ്ട്, അത് മാത്രം മതിയോ? പോരാ. നമ്മൾ എന്ത് ചെയ്യും? ക്ലയന്റിനോട് പറയും നമുക്ക് എന്ത് വേണം? ലെഡ്ജറും വേണം, അതേപോലെ ലോണിന്റെ ഡോക്യുമെന്റ്സും വേണം എന്ന് പറയും. ഇനി വേറൊരു സാധനം കൂടി നമുക്ക് വേണം. എന്താണ്? ഈ ലോണ് ഈ എടുക്കുന്ന സമയത്ത് തന്നെ ബാങ്ക് ഒരു ഷെഡ്യൂൾ കൊടുത്തിട്ടുണ്ടാവും, ഇതൊക്കെ റീപേയ്മെന്റ് എങ്ങനെയാ. ആ ഒരു ലോൺ റീപേയ്മെന്റ് ഷെഡ്യൂളും നമ്മൾ എന്ത് ചെയ്യും? ക്ലയന്റിന്റെ അടുത്ത് നിന്ന് വാങ്ങിക്കും. ഓക്കെ, എന്നിട്ട് ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം. എടാ, ഇതിൽ എനിക്ക് ടൈപ്പ് ചെയ്യാൻ സുഖമില്ല, അപ്പൊ നിങ്ങളും അഡ്ജസ്റ്റ് ചെയ്യുക. എനിക്ക് ഭയങ്കര ടൈപ്പ് ചെയ്യാൻ മടിയുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ ബാങ്ക് ലോൺ ആണെങ്കിൽ നമുക്ക് എക്സ്റ്റേണൽ ഡോക്യുമെന്റ്സ് ബാങ്കിൽ നിന്നാണ് കിട്ടുക. അപ്പൊ നമ്മൾ ക്ലയന്റിനോട് പറയും നമുക്ക് ഇന്ന ഡോക്യുമെന്റ്സ് ഒക്കെ വേണമെന്ന് പറയും. ലെഡ്ജറും വാങ്ങും, ആ ഒരു റീപേയ്മെന്റ് ഷെഡ്യൂളും ഞാൻ വാങ്ങും. ഓക്കെ, ഇനി ഇവിടെ നോക്കിയേ, കറന്റ് ലയബിലിറ്റി. വാറ്റ് എന്ന് പറയുമ്പോൾ വാറ്റിന് നമുക്കുള്ളത് എന്താണ്? ലെഡ്ജർ നമ്മൾ എന്തായാലും വാങ്ങും. ഓക്കെ, അപ്പൊ വാറ്റ് നിങ്ങൾ ഓൾറെഡി വാറ്റിന്റെ ചെറിയ കോഴ്സസ് ഒക്കെ ചെയ്താണെങ്കിൽ നിങ്ങൾക്ക് അറിയാം 4 ക്വാർട്ടറിലായിട്ടാണ് വാറ്റ് നമ്മൾ പേയ്മെന്റ് ചെയ്യുന്നത്. അപ്പൊ ആ 4 ക്വാർട്ടറിലെയും ഇവരുടെ കയ്യിൽ എന്തുണ്ടാവും? പോർട്ടൽ ഹിസ്റ്ററി ഉണ്ടാവും. അതായത് ഗവൺമെന്റിന്റെ സൈറ്റിൽ നിന്ന് ഇവർക്ക് പോർട്ടൽ ഹിസ്റ്ററി കിട്ടും. അപ്പൊ നമ്മൾ ക്ലയന്റിനോട് പറയും നമുക്ക് 4 ക്വാർട്ടറിലെ ലെഡ്ജറും വേണം, അതേപോലെ 4 ക്വാർട്ടറിലുള്ള എന്താണ്? പോർട്ടൽ ഹിസ്റ്ററി നമുക്ക് വേണം എന്ന് പറയും. ഓക്കെ, എന്നിട്ട് ഞാൻ നോർമലി ചെയ്യാൻ വെച്ചാൽ ലാസ്റ്റ് 2 ക്വാർട്ടർ മാത്രം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കും. അപ്പം അവരുടെ വാറ്റ് കാൽക്കുലേഷനും പോർട്ടൽ ഹിസ്റ്ററിയിലെ വാറ്റ് കാൽക്കുലേഷനും ഏകദേശം സെയിം ആവണം. ഓക്കെ, സെയിം അല്ലാന്നുണ്ടെങ്കിൽ വലിയ വലിയ ഡിഫറൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ക്ലയന്റ് എന്തൊക്കെയോ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്, അത് ശരിയാക്കാൻ വേണ്ടി ക്ലയന്റിനോട് നമ്മൾ ചോദിക്കുക എന്താ അതങ്ങനെ, നിങ്ങൾ എങ്ങനെ അത് അങ്ങനെ റെക്കോർഡ് ചെയ്തു? കാരണം വാറ്റ് ഒക്കെ കറക്റ്റ്ലി റെക്കോർഡഡ് ആണെങ്കിൽ നിങ്ങൾ ഫയൽ ചെയ്യുന്ന വാറ്റും ആ വാറ്റും ഒക്കെ സെയിം ആയിരിക്കണം. ക്ലിയർ അല്ലേ? ഇനി ഗ്രാറ്റുവിറ്റി ഏതാണെടാ? നമ്മുടെ എൻഡ് ഓഫ് സർവീസ് ബെനിഫിറ്റ്സ് ആണേ. ഓക്കെ, അപ്പൊ അതിന് ക്ലയന്റ് എന്ത് ചെയ്തിട്ടുണ്ടാവും? ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും. ആ സ്കെഡ്യൂൾ എന്ത് ചെയ്യും? നിങ്ങൾ നോക്കും. ഇനി ഈ സാധനം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സബ്സ്റ്റാൻഡേർഡ് പ്രൊസീജിയേഴ്സ് മെയിൻ ആയിട്ട് ചെയ്യുക റീകാൽക്കുലേഷൻ ഫസ്റ്റ് ചെയ്തു നോക്കും. ഓക്കെ, റീകാൽക്കുലേഷൻ ആദ്യം ക്ലയന്റ് കാൽക്കുലേറ്റ് ചെയ്തത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തതും സെയിം ആയിരിക്കണം. ഇപ്പൊ എന്റെ ഒക്കെ കമ്പനിയുടെ കേസിലാണെങ്കിൽ ഈ റീകാൽക്കുലേഷന് നമുക്കൊരു ഫോമാറ്റ് ഉണ്ട്. ആ ഫോമാറ്റ് അതേപടി അങ്ങ് നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്ത് നമ്മളുടെ കാൽക്കുലേഷനും ക്ലയന്റിന്റെ കാൽക്കുലേഷനും സെയിം ആണോ എന്ന് നോക്കും. പിന്നെ നമ്മൾ ചെക്ക് ചെയ്യുക എംപ്ലോയീസിന്റെ ലിസ്റ്റ് എടുക്കും. ഓക്കെ, ഇതൊക്കെ ഗ്രാറ്റുവിറ്റി ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ്. നമ്മള് അവരൊരു ഷെഡ്യൂൾ തന്നു കഴിഞ്ഞാൽ അതിൽ ലിസ്റ്റ് ഓഫ് എംപ്ലോയീസ് ഉണ്ടാവും. സാമ്പിൾ എംപ്ലോയീസ് നമ്മൾ സെലക്ട് ചെയ്യും. അവരെന്ത് ചെയ്യണം? ആ എംപ്ലോയീസിന്റെ മൊഹറെ കോൺട്രാക്ട്, അതായത് അവരുടെ നമ്മൾ ആ കമ്പനിയായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഗവൺമെന്റ് കോൺട്രാക്ട് എടുത്തിട്ട് നമ്മൾ ആ എംപ്ലോയീസിനെ വെരിഫൈ ചെയ്യും. അവരുടെ ബേസിക് സാലറി ഒക്കെ റെക്കോർഡ് ചെയ്തത് കറക്റ്റ് ആണോ എന്ന് നോക്കും. പിന്നെ നമ്മൾ കമ്പനിയുടെ തന്നെ ആസ് എ ഹോൾ MOL എടുക്കും. MOL എന്ന് വെച്ചാൽ മിനിസ്ട്രി ഓഫ് ലേബർ, അതായത് ഗവൺമെന്റിന്റെ അണ്ടറിൽ ഇത്രയും എംപ്ലോയീസ് അവിടെ രജിസ്റ്റേർഡ് ആണ് എന്നുള്ള ഒരു ലിസ്റ്റ് എന്ത് ചെയ്യും? നമ്മൾ വാങ്ങിക്കും. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക? വെരിഫൈ ചെയ്യുക. ഇതൊക്കെ നിങ്ങൾ AA-ലും AAA-ലും പഠിച്ച സബ്സ്റ്റാൻഡേർഡ് പ്രൊസീജിയേഴ്സ് ആണ് നമ്മൾ പ്രാക്ടിക്കലി ചെയ്യണത്. ഓക്കെ, അത് നിങ്ങൾ തിയറിറ്റിക്കലി പഠിച്ചു, ഇത് നമ്മൾ പ്രാക്ടിക്കലി ചെയ്യുവാണ്. ഓരോ കാര്യം നമ്മൾ വെരിഫൈ ചെയ്യുവാണ്. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി ഇതൊക്കെ നോക്കിയേ, ഈ എമൗണ്ട്സ് ഒക്കെ നോക്കിയേ. ഇതൊക്കെ ഈ 3600-ന് ലീവ് സാലറി. ഓക്കെ, ലീവ് സാലറി ഓൾമോസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യുക അവരെ കൃത്യമായിട്ട് പേ ചെയ്യുന്നുണ്ടോ എന്നാണ്. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നിങ്ങൾ ഓർമ്മ ഉണ്ടാവും അറിയില്ല, AA AAA പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഒപ്റ്റീൻ റിട്ടൺ റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം ഓർമ്മ ഉണ്ടോടാ? ഇല്ലേ? ക്ലാസിന്റെ റെക്കോർഡിങ്സ് അവൈലബിൾ ആയിരിക്കും. TV വിസിബിൾ അല്ലേ? TV ഇപ്പം വിസിബിൾ അല്ല ഗൈസ്? ഒന്ന് യെസ് ഓർ നോ ഇടൂ. ഓക്കെ 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 ഓക്കെ, സെറ്റ്. ഓക്കെ, നമ്മള് AA AAA പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ച ഒരു സാധനം ഉണ്ട്, ഒപ്റ്റെയിൻ റിട്ടൺ റെപ്രസെന്റേഷൻ. ഓർമ്മ ഉണ്ടോ? യെസ് നോ അവിടെ ഇടടോ. നിങ്ങളൊക്കെ നേരിട്ടേന് വേണ്ടത് എന്റെ ക്ലാസ്സിൽ. ഓക്കെ, ആ ഒപ്റ്റെയിൻ റിട്ടൺ റെപ്രസെന്റേഷൻ നമ്മൾ ഇതിനൊക്കെ എടുക്കും. അതായത് ലീവ് സാലറി ഇവർ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കൺഫർമേഷൻ വാങ്ങും. അതേപോലെ ഗ്രാറ്റുവിറ്റി ചിലപ്പം എമൗണ്ട് ഡിഫറൻസ് ഉണ്ട്, പക്ഷെ കമ്പനി പറയുകയാണ് ഇത് നമ്മുടെ പോളിസി ആണെന്നൊക്കെ, അപ്പൊ നമ്മൾ മാനേജ്മെന്റ് റെപ്രസെന്റേഷൻ വാങ്ങും. ഓക്കെ, അപ്പൊ നമുക്ക് എവിഡൻസ് എങ്ങനെയെങ്കിലും ആയിട്ട് നമുക്ക് കളക്ട് ചെയ്യണം. അപ്പൊ നമ്മൾ ഇതൊക്കെ ചെയ്യും. ഓക്കെ അല്ലേ? നോക്കിയേ, ഞാൻ വെച്ചിരിക്കുന്ന 30,000 ആണ് അല്ലെ? അപ്പം ഇവിടെയും 30,000 ആണ് പെർഫോമൻസ് മെറ്റീരിയാലിറ്റി വെച്ചേക്കുന്നത്. 30,000-ന്റെ മുകളിലില്ലേ? അപ്പൊ ഞാൻ ഈ ലെഡ്ജർ ചോദിക്കും. ഓക്കെ അല്ലേ? എടാ, എന്റെ നേരിട്ടുള്ള ക്ലാസ് കോമഡി ക്ലാസ് ആണ് കേട്ടാ. ഇരുന്ന പിള്ളേർക്കെല്ലാം അറിയാം ഞാൻ എങ്ങനെ ക്ലാസ് എടുക്കല്.
എന്റെ സ്റ്റുഡൻസ് എല്ലാരും നല്ല പിള്ളേരാ. നമ്മളെ ക്ലാസ്സിൽ നിന്ന് ജോളി അടിച്ചിട്ടാ പഠിക്കല്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഡബിൾ എ തിയറി നമ്മള് ഫുള്ള് ബോർ അടിച്ചിട്ടല്ല, അങ്ങനെയൊന്നല്ല. നമ്മള് ഫുള്ള് ജോളി ആക്കിയിട്ട് പഠിക്കുന്നത്. ഞാൻ ക്ലാസ്സിൽ നിന്ന് കേൾക്കുന്നു. ഞാൻ ഡബിൾ എ ആയതുകൊണ്ട് കുട്ടികളെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി ഭയങ്കര മുഷ്കില. അപ്പൊ ഞാൻ എന്താ ചെയ്യലെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാന് ബേക്കറിയിൽ നിന്ന് കേക്ക് കൊണ്ടുവരും. പീസ് ആയിട്ടുള്ള കേക്ക് കൊണ്ടുവരും. എന്നിട്ട് എന്റെ മുമ്പിൽ വെക്കും. എന്നിട്ട് ക്ലാസ് എടുത്തോണ്ടിരിക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കുന്ന കുട്ടിക്ക് ആ കേക്ക് ഒരു പീസ് എടുത്തിട്ട് കൊടുക്കും. ഫസ്റ്റിൽ വർക്കാവേ, ഫസ്റ്റത്തെ 2-3 ക്ലാസ്സിനെല്ലാം വർക്കാവും. പിന്നെ പിള്ളേർക്ക് ബോറടിക്കും. അപ്പം പിന്നെ ഞാൻ വേറെ പണി നോക്കും. എന്റെ ക്ലാസ്സിൽ ഞാൻ പിള്ളേരെ അങ്ങനെ സ്ട്രിക്റ്റ് ആക്കലൊന്നും ഇല്ലട്ടാ. സ്ട്രിക്റ്റ് ആക്കാത്ത ഒരു കാരണം ഉണ്ടടാ. ഞാൻ ലാസ്റ്റ് പഠിപ്പിച്ച സൈലായിരുന്നേ. അപ്പം കഴിഞ്ഞ കൊല്ലം, കഴിഞ്ഞ മുമ്പത്തെ കൊല്ലം, ഓക്കെ. അപ്പൊ പഠിപ്പിക്കുന്ന സമയത്ത് ആ സമയമായിരുന്നു ആ മലപ്പുറം ഒരു എന്താ ഒരു കൊലപാതകം ഉണ്ടായിരുന്നില്ലേ? ഏതോ ഒരു കുട്ടി ചുറ്റിക കൊണ്ട്, നിങ്ങൾക്കെല്ലാം ഓർമ്മ ഉണ്ടാവും നമുക്ക് തോന്നുന്നു. അപ്പൊ ആ ടൈം നടന്നതായിരുന്നു. അപ്പൊ ഒരു ക്ലാസ് ഞാൻ എടുക്കുന്ന സമയത്ത് പിള്ളേരെല്ലാം എന്ത് ചെയ്തു, ഈ പിന്നെ ഗെയിം കളിക്കുന്നു, ഓൺലൈനിലെ ഗെയിം. എന്നിട്ട് ഈ പൊട്ടന്മാര് പോയിട്ട് ഇൻസ്റ്റയിൽ അത് അപ്ലോഡ് ചെയ്ത്. ആര് കണ്ട്? ഞാൻ വിട്ടുകൊടുക്കുവോ? ഞാൻ പിറ്റേന്ന് കലമ്പാന്നുള്ള രീതിയിൽ ഞാൻ അവരെ എന്താ വഴക്ക് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഫുള്ള് റെഡി ആയിട്ട് നിന്ന് വഴക്കും പറഞ്ഞ് ചെറുങ്ങനെ ചെറുങ്ങനെ ഇങ്ങനെ പറയാൻ പോയി. അപ്പെല്ലാം അവരെ മുഖം മാറാൻ തുടങ്ങി. പിന്നെ എനിക്ക് പേടിയായി, ചുറ്റികയായിട്ട് എടുത്തിട്ട് പിറ്റേന്ന് വന്നില്ലെങ്കിലും എന്നെ അടിക്കാൻ വേണ്ടി. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്നെ ചുറ്റിക എടുത്തിട്ടൊന്നും അടിക്കരുത്, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. എനിക്ക് കുട്ടികളെ കലമ്പാൻ പേടിയാ. എനിക്ക് തോന്നുന്നു എന്റെ കരിയറിൽ 6 ഇയേഴ്സിന്റെ ഇടയിൽ ഞാൻ 2 തവണ കുട്ടികളെ വഴക്ക് പറഞ്ഞിട്ടുള്ളൂ. ഒന്ന്, എന്നോട് എന്തോ ഒരു എനിക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ ഒരു സ്റ്റുഡന്റ് എന്തോ പറഞ്ഞു. അതിലെനിക്ക് ചൂടായി. ഞാൻ പിറ്റേന്ന് രാവിലെ ഫുള്ള് ഫയറിംഗ് ആയിരുന്നു. പക്ഷെ ആ സ്റ്റുഡന്റ് അവിടെ വന്നിട്ടില്ല, ക്ലാസ്സിൽ ഉണ്ടായിട്ടില്ല. എല്ലാം കഴിഞ്ഞിട്ടുണ്ട്, ആ കുട്ടി കയറി വരുന്നു. ചൂടായത് വെറുതെ ഇല്ലേ? പിന്നെ രണ്ടാമത് എപ്പോഴോ ഇതേപോലെ എന്തോ പറഞ്ഞത് ചെയ്യാത്തതെന്ന്. അല്ലാണ്ട് ഞാൻ ചൂടാവാറില്ല കേട്ടോ ക്ലാസ്സിൽ. നിങ്ങൾ ക്ലാസ്സിൽ ഇരുന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അതിന് ക്ലാസ്സിന് ഇനി ഇല്ലല്ലോ. ഞാനിനി ആ ഫീൽഡിലേക്ക് ഇൻഷാല്ല ഇൻ നിയർ ഫ്യൂച്ചർ ഇല്ല. ഓക്കെ, സോ ഡ്രിഫ്റ്റ് ആയി പോறது ടോപ്പിക്കിന്ന്. അപ്പൊ നമ്മളിവിടെ നിർത്തി. ഇത് ഇപ്പം ഇത് മെറ്റീരിയലി നമുക്ക് ലെഡ്ജർ വേണം. അപ്പൊ നമ്മൾ പറയും നമുക്ക് ലെഡ്ജർ വേണം. ഓക്കെ, ഇനി ഈ 5900 ലെഡ്ജർ നമ്മൾ എടുക്കുവോ? എടുക്കൂല. പക്ഷേ പ്രീവിയസ് ഇയർ കമ്പയർ ചെയ്യുമ്പം ഈ ഇയർ ഇത് ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഡ്രാസ്റ്റിക് ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ലെഡ്ജർ എടുക്കും. ഓക്കെ അല്ലേ? അപ്പൊ അതിന്റെ ബേസിസിലായിട്ട് നമ്മൾ ലെഡ്ജർ വേണോ വേണ്ടോ എന്നുള്ളത് തീരുമാനിക്കാം. 12,300 നമ്മൾ എടുക്കില്ല, ഇതെടുക്കില്ല. ഇത് നമ്മൾ എന്ത് ചെയ്യും? എടുക്കും. നമ്മൾ ഇത് പറയും ലെഡ്ജർ വേണം. ഓക്കെ, അങ്ങനെ ലെഡ്ജർ എടുക്കും. അപ്പൊ ഈ മെറ്റീരിയാലിറ്റിയുടെ ബേസിസിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? ഓരോ ലെഡ്ജറും നമ്മൾ എടുക്കുക. ഇവിടെ നമ്മൾ ലെഡ്ജർ എടുക്കും, ഇവിടെ നമ്മൾ ലെഡ്ജർ എടുക്കും. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്തു? ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി ഇമ്പോർട്ടൻറ്റ് തിങ്, ബാങ്ക്. ഓക്കെ, ഇതൊക്കെ കുറച്ച് കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ അത് കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ബ്രഷ് ചെയ്യാം. ബാങ്ക് അക്കൗണ്ട് നമുക്ക് ബാലൻസസ് ഒക്കെ ഉണ്ട്. പക്ഷെ അത് നമ്മൾ മെറ്റീരിയാലിറ്റി വെച്ച് നോക്കില്ല. പ്രൊഫഷണൽ ജഡ്ജ്മെന്റ് ആണ്. ബാങ്ക് അക്കൗണ്ടിന് എന്തായാലും നമുക്ക് കൺഫർമേഷൻ കിട്ടിയിരിക്കണം. ഇനി ഒരുപാട് വലിയ എമൗണ്ട്, മെറ്റീരിയാലിറ്റിയുടെ മുകളിലുള്ള എമൗണ്ട് ആണ്, പിന്നെ ബാങ്ക് ഈ അക്കൗണ്ട് നല്ലതായിട്ട് ആ കമ്പനി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ലെഡ്ജറും ചോദിക്കും. അതേപോലെ ബാങ്ക് എന്ത് ചെയ്യണം? ഫിഗേഴ്സ് കൺഫേം ചെയ്യണം. ബാങ്ക് കൺഫർമേഷൻ നമ്മൾ ചോദിക്കും. അപ്പൊ ഇവരെന്ത് ചെയ്യും? നമുക്കൊരു ബാങ്ക് ഡോക്യുമെന്റ്സ് തരും, വേർ ദ ബാങ്ക് ഹാസ് കൺഫേം ദാറ്റ് ദിസ് കമ്പനി ഹാസ് ദിസ് ബാലൻസ് അറ്റ് ദി ഇയർ എൻഡ്. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നമ്മൾ വീണ്ടും തിരിച്ചു പോവാണ്. ഓക്കെ, ഈ സ്റ്റാഫ് ലോൺസ് ആൻഡ് അഡ്വാൻസസ് ചില കേസസിൽ ഇത് ഭയങ്കര കൂടുതലായിരിക്കും. അപ്പൊ നമ്മൾ ലെഡ്ജർ വാങ്ങിയിട്ട് ഒരു കുറച്ച് ഹയസ്റ്റ് എമൗണ്ടുള്ള സ്റ്റാഫിനെ സെലക്ട് ചെയ്തിട്ട് അവരുടെ കൺഫർമേഷൻ, അതായത് ഞാൻ ഇന്ന് ലോണ് കമ്പനിക്ക് കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ എഴുതി ഒപ്പിട്ട ഒരു സാധനം അണ്ടർ ലെറ്റർ ഹെഡ് നമ്മൾ വാങ്ങും. ഇതാണ് എക്സ്റ്റേണൽ ഡോക്യുമെന്റേഷൻ. ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത്. നിങ്ങൾ AA, AAA പഠിച്ച സമയത്ത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ഇന്റേർണലി ജനറേറ്റഡിനെയും കാട്ടിയും എക്സ്റ്റേണലി ജനറേറ്റഡ് ഡോക്യുമെന്റ്സ് ആണ് നമുക്ക് വേണ്ടത്. ക്ലിയർ അല്ലേ? ഇനി ഇത് ലേബർ ഡെപ്പോസിറ്റ്, ഇതൊക്കെ എംപ്ലോയി ആയിട്ട് ബന്ധപ്പെട്ടതാ. മെറ്റീരിയാലിറ്റി നോക്കാതെ തന്നെ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ലെഡ്ജർ വാങ്ങി വെക്കും. ഇതൊക്കെ ഡെറ്റേഴ്സ് ഒക്കെ വളരെ ക്രൂഷ്യലാണ്. നമ്മൾ ലെഡ്ജർ വാങ്ങി, നമ്മൾ ഏജിങ് റിപ്പോർട്ടാ വാങ്ങാൻ. നിങ്ങൾ ഇതുവരെ കേൾക്കാത്തൊരു സാധനമായിരിക്കും ഓഡിറ്റ് എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാർക്ക്. ഏജിങ് റിപ്പോർട്ട്, ഫ്രഷേഴ്സിന് ഏജിങ് റിപ്പോർട്ട് എന്ന് വെച്ചാൽ ഒരു കമ്പനി ഒരു കൊല്ലത്തിന്റെ ഇടയിൽ 30 ഡേയ്സ്, 90 ഡേയ്സ്, 60 ഡേയ്സ്, 180 ഡേയ്സ് എങ്ങനെയാണ് ഓരോ ഡെറ്റേഴ്സും തമ്മിൽ മൂവ്മെന്റ് ഉണ്ടാവാന്ന് പറഞ്ഞിട്ട് കിട്ടുന്ന ഒരു ഡീറ്റെയിൽസ് ആയിരിക്കും. അപ്പൊ അത് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? സാമ്പിൾസ് അയച്ചു കൊടുത്തിട്ട് കമ്പനി എന്ത് ചെയ്യണം?
ആ ഒരു ഡെറ്റേഴ്സിന്റെ അടുത്ത് നിന്ന് കൺഫേം ചെയ്ത് വാങ്ങിക്കണം. ഈ ബാലൻസസ് നമ്മൾ അവർക്ക് കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട്. ഇനി ചില സമയത്ത് കമ്പനീസിന് ഇവര് റെസ്പോണ്ട് ചെയ്യില്ല ഡെറ്റേഴ്സ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഡെറ്റേഴ്സിന്റെ സബ്സീക്വന്റ് ലെഡ്ജേഴ്സ് നമ്മൾ എടുക്കും. സബ്സീക്വന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇത് 25 ആണെങ്കിൽ 26 ലെഡ്ജേഴ്സ് നമ്മൾ എടുത്തിട്ട് ആ എമൗണ്ട്സ് ഒക്കെ കമ്പനി റിസീവ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കും. അപ്പൊ നമ്മൾ സാമ്പിൾസ് അയച്ചു കൊടുത്തിട്ട് എന്ത് ചെയ്യും? കമ്പനിയോട് ഡീറ്റെയിൽസ് താ, ബാങ്ക് സ്റ്റേറ്റ്മെന്റ് താ, കസ്റ്റമർ തന്ന ചെക്ക് താ, ചെക്കിന്റെ ഡീറ്റെയിൽസ് താ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? വെരിഫൈ ചെയ്യും ഇത് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഓക്കെ അല്ലേ? ഇനി നിങ്ങൾ SBR ചെറുതായിട്ട് ബ്രഷ് ചെയ്തതും ഓഡിറ്റിൽ നിങ്ങൾ മോസ്റ്റ് കോമൺലി കാണുന്ന ഒരു സാധനമാണ് റിലേറ്റഡ് പാർട്ടീസ്. ഓക്കെ, റിലേറ്റഡ് പാർട്ടീസ്. ഇതിന്റെ സ്റ്റാൻഡേർഡ് പറഞ്ഞെ ചാറ്റില്. സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസ് നല്ലതാ, ടീച്ചറും നല്ലതാ, ടീച്ചറിന് ഒരു പ്രശ്നമില്ല. എടാ റിലേറ്റഡ് പാർട്ടിന്റെ ഇത് പറഞ്ഞേ, സ്റ്റാൻഡേർഡ് പറ വേഗം വേഗം, സമയമില്ല, ഞാൻ ഇപ്പൊ തീർക്കും ഇത്. ലേറ്റ് ആയി, നിങ്ങൾക്ക് കളി കാണാൻ പോണ്ടേ? എന്റെ ക്ലാസ് വിട്ടിട്ട് നിങ്ങൾ കളി കാണാൻ പോവല്ലേ? പറ, റിലേറ്റഡ് പാർട്ടിന്റെ സ്റ്റാൻഡേർഡ് പറ. റിലേറ്റഡ് പാർട്ടി ബാലൻസ് സ്റ്റാൻഡേർഡ് ഏതാണ്? എന്ത് തേങ്ങ പറയടോ. നോബഡി നോസ്. 19 വാഴകളുണ്ട്, എന്നിട്ട് എന്ത് കാര്യം? എടാ റിലേറ്റഡ് പാർട്ടി ഇവ ഒരാള് 24. ഓക്കെ, IAS 24. അപ്പം ഇത് നിങ്ങള് SBR ചെറുതായിട്ട് ബ്രഷ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് ഈ സാധനം നിങ്ങൾ ഓഡിറ്റിൽ ഏറ്റവും വലക്കുന്ന ഒരു സാധനമാണ്. ഓക്കെ, അപ്പൊ റിലേറ്റഡ് പാർട്ടി ബാലൻസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയായിട്ട് ക്ലോസ് റിലേഷൻഷിപ്പ് ഉള്ള ഒരുപാട് ട്രാൻസാക്ഷൻസ് വേറെ കമ്പനീസുമായിട്ട് നടക്കും. അതായത് നമ്മുടെ ക്ലയന്റിന്റെ ക്ലോസ് റിലേഷൻഷിപ്പിലുള്ള പല ബാലൻസസും വേറെയുള്ള കമ്പനീസ് ആയിട്ട് ഉണ്ടാവും. അപ്പൊ അവരുടെ ട്രാൻസാക്ഷൻസിന് നമുക്ക് എന്ത് വേണം? കൺഫർമേഷൻ വേണം. അവര് നമുക്ക് കൺഫേം ചെയ്യണം. കമ്പനി ഉണ്ടാവാം, ആസ് എ പേഴ്സൺ ഉണ്ടാവാം. അപ്പൊ ഇതൊക്കെ IAS 24 ഇതിലാണ്. അപ്പൊ അവരൊക്കെ എന്ത് ചെയ്യും? നമുക്ക് ബാലൻസസ് കൺഫർമേഷൻ ആയിട്ട് സൈൻ ഇട്ട് ഒപ്പിട്ട് തരും. ഓക്കെ അല്ലേ? അത് കിട്ടിയാൽ മാത്രമേ നമ്മൾ റിപ്പോർട്ട് അൺമോഡിഫൈഡ് ആക്കുള്ളൂ. അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് ക്ലയൻസിന് നമ്മൾ ക്വാളിഫൈഡ് ഒപ്പീനിയൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇനി റവന്യൂ ആണെങ്കിൽ റവന്യൂക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് നിങ്ങളുടെ പഠിച്ച ആ 5 റെക്കഗ്നിഷൻ ക്രൈറ്റീരിയ ആണ്. ഓക്കെ, റവന്യൂല് നിങ്ങൾ SBR FR പഠിക്കുന്ന ആ 5 സ്റ്റെപ്പ് ക്രൈറ്റീരിയ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ഓഡിറ്റിൽ അത് അപ്ലൈ ചെയ്തിരിക്കും. അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഒരു ക്ലയന്റ് റവന്യൂ റെക്കോർഡ് ചെയ്യാൻ പറ്റുമോ ചെയ്യാൻ പറ്റൂലേ എന്നുള്ളത് നമ്മൾ അസസ് ചെയ്യുക. ഓക്കെ, റവന്യൂ ലെജർ എടുക്കും. ലെജർ വഴി നമ്മളൊക്കെ നോക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിന്നെ സീരിയൽ നമ്പർ നോക്കും, അതേപോലെ നറേഷൻസ് നോക്കും, എമൗണ്ട്സ് നോക്കും, ഡെബിറ്റും ക്രെഡിറ്റും വാല്യൂസ് നോക്കും. എന്നിട്ട് നമ്മൾ സാമ്പിൾ സെലക്ട് ചെയ്യും. ക്ലയന്റ് എന്ത് ചെയ്യണം? ആ സാമ്പിൾസിന് നമുക്ക് ഡോക്യുമെന്റ്സ് പ്രൊവൈഡ് ചെയ്യും. ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? ലെഡ്ജേഴ്സ് എഴുതും. ഓക്കെ, ഇവിടെ എല്ലാം നമ്മൾ ലെഡ്ജേഴ്സ് എഴുതും. എനിക്ക് എഴുതാൻ മടിയാവുന്നത് ഞാൻ എഴുതുന്നില്ല, നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇവിടെ ഡിവിഡൻഡ് ഇൻകം 45 ഉള്ളൂ. അപ്പൊ നമ്മൾ പ്രീവിയസ് ഇയർ ആയിട്ട് കമ്പയർ ചെയ്യും, കുറഞ്ഞുണ്ടോ കൂടിയിട്ടുണ്ടോ എന്നുള്ളത്. ഓക്കെ അല്ലേ? ഇനി എന്താണ്? ഡയറക്റ്റ് എക്സ്പെൻസ് നമ്മൾ മെറ്റീരിയാലിറ്റി ബേസിസിൽ എടുക്കും. ഇതൊക്കെ എടുക്കണം. അപ്പൊ മെറ്റീരിയാലിറ്റി ബേസിസിൽ ഞാൻ ഇതെടുക്കും, ഇതിന്റെ ലെജർ എടുക്കും, ഇതിന്റെ ലെജർ എടുക്കും. ബോണസ് ടു ഡയറക്ടേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ആക്ച്വലി പേ ചെയ്യുന്നുണ്ടോ? ഇനി പേ ചെയ്തില്ലെങ്കിൽ കൊടുക്കുന്നത് ഡിക്ലെയർ ചെയ്തത് നമ്മൾ കൺഫർമേഷൻ വാങ്ങിക്കണം ക്ലയന്റിന്റെ അടുത്ത് നിന്ന്. അതായത് മാനേജ്മെന്റ് റെപ്രസെന്റേഷൻ ലെറ്റർ വാങ്ങിക്കണം അതിനെ ചൊല്ലിയിട്ട്. പിന്നെ കമ്മീഷൻ പെയ്ഡ്, ഇതൊക്കെ നമ്മൾ ലെഡ്ജേഴ്സ് എടുക്കും. അപ്പൊ മെറ്റീരിയാലിറ്റി ബേസിസിന് നമ്മൾ ലെഡ്ജേഴ്സ് എടുത്തിട്ട് എന്ത് ചെയ്യും? സാമ്പിളിങ് ചെയ്യും. ഇതാണ് ബേസിക്കലി ആസ് എൻ ഓഡിറ്റർ നമ്മൾ ഫീൽഡ് വർക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ ഞാൻ ക്ലാസ് ഇവിടെ നിർത്താണ്. ഇത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് ഒരു സെക്കൻഡ് ലെവൽ ഓഡിറ്റ് വർക്ക്ഷോപ്പ് നമ്മൾ ചെയ്യും. ഫോർ നൗ ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് യു കൻ ആസ്ക് മീ ഓൺ ദാറ്റ് ചാറ്റ്. എടാ നിങ്ങൾ പേഴ്സണലി ഇങ്ങനെ മെസ്സേജ് അയക്കില്ലേ? അപ്പൊ എനിക്ക് ഇങ്ങനെ ഓരോന്ന് അപ്പുറം ഇപ്പുറം ഓപ്പൺ ആക്കണം. എനി ഡൗട്ട്സ് എനിവൺ? ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അഫാം, ഒരു ക്ലോസിംഗ് സ്പീച്ച് ഉണ്ടോ നിന്റെ വക? നിഹാലാതന്റെ വകയാണ് സ്പീച്ച് അല്ലോ. എന്റെ സ്പീച്ച് കഴിഞ്ഞു. എന്റെ ആർക്കെങ്കിലും ക്ലാസ് ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇപ്പോ ചോദിച്ചോ നിങ്ങൾ.
നിങ്ങൾക്ക് ചോദിക്കാം വേണമെങ്കിൽ ഇപ്പം ചോദിക്കാം. ഉണ്ടോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? എടാ റെക്കോർഡിങ്സ് ഇല്ലേ, കുറച്ച് കളിപ്പിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. താങ്ക് യു. നന്നായി കനപ്പിക്കാം റെക്കോർഡ്സ്. കളിപ്പിച്ചിട്ട് കൊടുത്താൽ മതി. റെക്കോർഡിങ്സ് നമുക്ക് ചോദിച്ച പാടന്നെ കൊടുക്കണ്ട. ഓഡിറ്റേഴ്സ് ശരിക്കും പ്രിപ്പയർ ചെയ്യണ്ട. ഓക്കെ, അതാ ഞാൻ പറഞ്ഞത്. ബിഗ് ഫേംസിലാണെങ്കിൽ മാനേജ്മെന്റ് ആണ് എഫ് എസ് പ്രിപ്പയർ ചെയ്തിട്ട് നമ്മളത് വെരിഫൈ ചെയ്യുള്ളൂ. പക്ഷെ സ്മോൾ ആൻഡ് മീഡിയം ഫേംസ് ആണെങ്കിൽ നമ്മള് നമ്മൾ തന്നെ എഫ് എസ് പ്രിപ്പയർ ചെയ്യണം. ഞാനും ഇതൊക്കെ പ്രതീക്ഷിച്ചിട്ടാ കയറി, പക്ഷെ അതൊന്നും നടന്നില്ലടാ. നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്ത്. പക്ഷെ പഠിക്കും, നല്ലോണം പഠിക്കും. അതായത് ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അക്കൗണ്ട്സിലേക്ക് പോവാം, നിങ്ങൾക്ക് വേണ്ട ഫീൽഡിൽ നിങ്ങൾക്ക് പോവാം. അപ്പം പണി പഠിക്കും. പക്ഷെ ലൈക്ക് ഐ ടോൾഡ്, ബിഗ് ഫേംസിനെ പോലെ അതല്ല. ഇനി എന്തൊക്കെയാ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഒന്നുമില്ല. ഇവിടെ എന്റെ ഒരു ഞാനിത് റെക്കോർഡിംഗ് ഓഫ് ആക്കിയിട്ട് ചോദിക്കാം. സെൽഫ് റിവ്യൂ ത്രെറ്റ് വരൂല. സെൽഫ് റിവ്യൂ ത്രെറ്റ് ആസ് ഇൻ നമ്മള് അങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത് നമ്മൾ ഓഡിറ്റ് ചെയ്ത ബേസിസിലാ. ക്ലൈന്റ് അത് കൺഫേം ചെയ്യാതെ നമ്മൾ ഒരു കാര്യം ചെയ്യൂല. അത് നമ്മൾ ചെയ്യുന്നത് എന്തെന്നെ ആയാലും റിവ്യൂ ഒരുപാട് സ്റ്റേജസിൽ ഒരുപാട് ആൾക്കാർ റിവ്യൂ ചെയ്തിട്ടാണ് നമ്മൾ ഇത് കൊടുക്കുള്ളൂ. സോ അവിടെ സെൽഫ് റിവ്യൂ ത്രെറ്റ് ഭയങ്കര മിനിമൽ ആയിരിക്കും. കാരണം നമ്മൾ ലൈക്ക് ഐ സെഡ്, നമ്മൾ സ്വന്തമായിട്ട് ഇത് ഇഷ്യൂ ചെയ്യൂല. നമ്മളുടെ മുകളിൽ കുറെ ആൾക്കാരുണ്ടാവും. പക്ഷെ ചില ക്ലയൻസ് ഒക്കെ ഓക്കെ ആണേ. ചില ക്ലയൻസ് ഇത് മുൻകൂട്ടി അറിഞ്ഞിട്ട് നമുക്ക് എഫ് എസ് പ്രിപ്പയർ ചെയ്ത് തരുന്ന ക്ലയൻസും ഉണ്ട്. അവിടെ ഞാൻ മോസ്റ്റ് കോമൺ മിസ്റ്റേക്ക് കണ്ടുപിടിച്ചത് എന്താ വെച്ചാൽ, ഇവരെല്ലാം പോയിന്റ് ഫിഗേഴ്സ് വെച്ചിട്ടാണ് ഈ എഫ് എസ് പ്രിപ്പയർ ചെയ്യുക. അപ്പം അത് കഴിഞ്ഞിട്ട് അത് നമുക്ക് ഭയങ്കര ഇടങ്ങാറാ. അതിന്റെ അതായത് നമ്മള് എടാ അത് പറഞ്ഞില്ല, ഓഡിറ്റിങ്ങില് പുട്ടിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം ഉണ്ട്. അതായത് നമുക്ക് എഫ് എസ് പ്രിപ്പയർ ചെയ്ത് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? മുമ്പിലുള്ള ഫിഗേഴ്സ് തന്നെയാണ് നോട്ടിലുള്ള ഫിഗേഴ്സ് എന്ന് നോക്കും. അതേപോലെ പോളിസീസ് ഉണ്ടാവും, ഒരുപാട് തിയറിറ്റിക്കൽ ടൈപ്പിംഗ്സ് ഉണ്ടാവും. അപ്പൊ അതൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് കറക്റ്റ് ആണോ എന്ന് നോക്കും. അതേപോലെ കാൽക്കുലേഷൻസ് നമ്മൾ റീകാൽക്കുലേറ്റ് ചെയ്ത് നോക്കും, എക്സൽ ഒക്കെ ഇട്ടിട്ട്. ഓക്കെ, സോ ഇങ്ങനത്തെ കുറെ സ്റ്റേജസ് ഉണ്ട്. അത് ഞാൻ പറയാൻ പറഞ്ഞത്, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ഫസ്റ്റ് പഠിക്കുന്ന പണി അതാണ്, പുട്ടിംഗ്. ഓക്കെ, അതായത് ഓൾറെഡി പ്രിപ്പയർ ചെയ്ത എഫ് എസ് നിങ്ങൾ എന്ത് ചെയ്യുക? ഫുൾ ആയിട്ട് ഒന്നും കൂടി ചെക്ക് ചെയ്യുക. അതാണ് പുട്ടിംഗ്. ഓക്കെ, അപ്പൊ ആ പുട്ടിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ എറേഴ്സും കാര്യങ്ങളൊക്കെ പോകും. അപ്പൊ അതൊക്കെ വെരി മിനിമൽ ആയിരിക്കും. പക്ഷെ ഇതാണ് ഞാൻ പറഞ്ഞത്, എഫ് എസ് ക്ലൈന്റ് ആണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ നമ്മൾ പുട്ടിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് മിസ്റ്റേക്സ് ഇങ്ങനെ കിട്ടും. നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്യുന്നതാണെങ്കിൽ മിനിമൽ മിസ്റ്റേക്സ് ആയിരിക്കും. ക്ലൈന്റ് പ്രിപ്പയർ ചെയ്യുന്നതാണെങ്കിൽ അതിന് നമ്മൾ ഒരുപാട് വലഞ്ഞ് തിരിയും. പിന്നെ ചില കമ്പനീസിൽ ബാക്ക് ആൻഡ് ഓഫീസ് തന്നെ ഉണ്ട്. ഇപ്പം ഞാൻ എടുത്ത് പറയുന്നില്ല, ഒരുപാട് അറിയപ്പെടുന്ന കമ്പനീസ് ബാക്ക് ആൻഡ് ഓഫീസ് എഫ് എസ് പ്രിപ്പയർ ചെയ്യാനായിട്ട് തന്നെ ഉണ്ട്. എനി അതർ ക്വസ്റ്റ്യൻസ്? പറയൂ. ഛേ, പുട്ടിങ് എടുക്കണമായിരുന്നടാ. കാര്യമില്ല, നമുക്ക് നമ്പർ 2 ഉണ്ട്. ഛേ, നമ്മൾക്ക് അടുത്ത സെഷൻ ഉണ്ടെങ്കിൽ അതിൽ ഞാൻ പറയും പുട്ടിങ് എന്താന്നുള്ളത്. നല്ല ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരും. എനിവൺ? എനി അതർ ഡൗട്ട്സ്? ഡൗട്ട്സ് ഒന്നുമില്ല? എന്തുണ്ടെങ്കിലും ചോദിച്ചോ. നിങ്ങൾക്ക് ഓഡിറ്റ് കരിയർ എടുക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടോ, അല്ലെങ്കിൽ ഏതാണ് നിങ്ങൾക്ക്, എന്തുണ്ടെങ്കിലും ചോദിച്ചോ. ഓഡിറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും നിങ്ങൾ ചോദിച്ചോ. പണി പരതുന്നൊന്നും ചോദിക്കരുതേ. പണി തപ്പുന്നൊന്നും, അതൊക്കെ ഓൾറെഡി വേറെയുള്ള സെഷൻസിലൊക്കെ കവേർഡ് ആണ്. ഇവിടെ ചോദിക്കരുത്. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അഫാം. എനി ഡൗട്ട്സ് ഉണ്ടെങ്കിൽ സി ടി അത് സബ്മിഷൻ ആലോചിച്ചു. ക്വാളിഫൈഡ് റിപ്പോർട്ട്സ് ആക്സെപ്റ്റബിൾ ആണോ? വൈ നോട്ട്? ക്വാളിഫൈഡ് റിപ്പോർട്ടിന് ഓരോ ബേസിസ് ഇല്ലേ. അതായത് ചിലത് ഇൻവെന്ററി മാത്രമായിരിക്കും ക്വാളിഫൈഡ് ആയിട്ട് ഉണ്ടാവുക. അതൊന്നും വലിയ സീനാവൂല. ചില ക്ലയൻസിന് ഭയങ്കര നിർബന്ധമായിരിക്കും ക്വാളിഫൈഡ് റിപ്പോർട്ട് വേണ്ട എന്നുള്ളത്. അപ്പൊ അവര് മാക്സിമം എല്ലാം കറക്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കും. എന്നാലും ക്വാളിഫൈഡ് ഒപ്പീനിയൻ കൊടുത്തിട്ട് സി ടി സബ്മിറ്റ് ചെയ്ത ക്ലയൻസ് ഉണ്ട്. വേറെ എനി ഡൗട്ട്സ്? വാട്ട് അബൌട്ട് സ്ട്രെസ് ഇൻ ഓഡിറ്റ് ഫീൽഡ്? ലിജിറ്റ് സ്ട്രെസ് ആണ്, ഭയങ്കര സ്ട്രെസ് ആണ്. എസ്പെഷ്യലി ഞാൻ ഈ പറഞ്ഞല്ലോ, നമ്മൾ ഈ ഒരുപാട് സ്റ്റേജ് കഴിഞ്ഞിട്ടല്ലേ ശരിക്കും ഓഡിറ്റ് റിപ്പോർട്ട് നമ്മൾ കൊടുക്കുന്നത്. പക്ഷെ എന്താ റിയൽ ലൈഫ് സിനേറിയോ ഉണ്ടാവാന്ന് വെച്ചാൽ, നമുക്ക് ക്ലയന്റ് ടി ബി തന്നിട്ട് പറയും മൂന്നാമത്തെ ദിവസം ഡ്രാഫ്റ്റ് വേണം. ഡ്രാഫ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സുമാർ എഫ് എസ്, സുമാർ എന്നല്ല, നല്ല രീതിയിൽ ഒരു എഫ് എസ് പ്രിപ്പയർ ചെയ്യും.
ഓക്കെ. എന്നിട്ട് ക്ലയന്റിന് അത് ഫിഗേഴ്സ് ഒക്കെ കൺഫേം ചെയ്യാൻ വേണ്ടി നമ്മൾ അയച്ചു കൊടുക്കും. അതിനാണ് ഡ്രാഫ്റ്റ് എന്ന് പറയാം. പക്ഷെ ആ ഡ്രാഫ്റ്റ് തന്നെ നടക്കുന്നത് ആഫ്റ്റർ ഓഡിറ്റ് ആണ് നടക്കുള്ളൂ. പക്ഷെ ക്ലയന്റ് ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ TB ഇന്ന് തന്ന് പറയും, മറ്റന്നാൾ പറയും നമുക്ക് മറ്റന്നാൾ ഡ്രാഫ്റ്റ് വേണമെന്ന് പറയും. അപ്പൊ അങ്ങനത്തെ ഒക്കെ ക്ലയൻസ് ഒക്കെ ഹാൻഡിൽ ചെയ്യുമ്പം സ്ട്രെസ്ഫുൾ ആവും. കാരണം ഓഡിറ്റിന് നമുക്കൊരു ടൈം വേണം ചെയ്യാൻ വേണ്ടി. ആ ടൈം നമുക്ക് ഇല്ലാണ്ടാവുമ്പോഴാണ് അവിടെ സ്ട്രെസ് വരിക. പിന്നെ നിങ്ങള് കയറുന്ന ടീം പോലെ ഇരിക്കും. ചില ടീം വെരി ഗുഡ് ആയിരിക്കും, അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കും. ചില ടീം വളരെ പോക്കായിരിക്കും. സോ ഡിപ്പെൻഡിങ് അപ്പോൺ യുവർ കോർപ്പറേറ്റ് സ്ട്രക്ചർ സ്ട്രെസ്ഫുൾ ആയിരിക്കും, സ്ട്രെസ്ഫുൾ ആവാണ്ടിരിക്കാം. എനി അതർ ഡൗട്ട്സ്? എനിക്ക് പേഴ്സണലി ഓഡിറ്റ് ഫീൽഡ് ഇഷ്ടാട്ടോ. ഐ ലൈക്ക് ഓഡിറ്റ് ഫീൽഡ്. ഞാൻ ഓഡിറ്റ് ട്യൂട്ടർ ആയിരിക്കുന്ന സമയത്തും എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു ഓഡിറ്റിൽ നമ്മൾ എന്താ ചെയ്യാന്നുള്ളത്. ഇപ്പോഴും എന്നോട് ഒരാള് തിരിച്ചു ടീച്ചിങ്ങിലോട്ട് പോവോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ വുഡ് സേ നോ, നോട്ട് നൗ, ബട്ട് ഐ ഗോ ഫോർ ഷുവർ ഇൻഷാല്ല. പക്ഷെ ഇപ്പോഴല്ല, ഇപ്പൊ എനിക്ക് ഓഡിറ്റ് ചെയ്യണം എന്നാ. എനിവണി എൽസ്? എനിവൺ എൽസ്? എനി ഡൗട്ട്സ്? ഞങ്ങൾ നിലത്തൊക്കെ ഇരുന്നിട്ട് ക്ലാസ് എടുക്കുന്ന അറിയോ, ചില്ലായിട്ട്. എനി ഡൗട്ട്സ് ഉണ്ടോ? അപ്പം വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ വൈൻഡ് അപ്പ്. ഡൗട്ട്സ് ശേഷം ഇല്ലല്ലോ? നേരം ഉരുട്ടിയല്ലോ. റെക്കോർഡിങ്സ് കൊടുക്കരുത് കേട്ടാ, കൊടുക്കരുത്. വേഗമൊന്നും തരൂല. ഡൗട്ട്സ് ഒന്നും ഇല്ല എന്ന് ഓക്കെ അല്ലേ? കൺഫേം ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ പ്രൊസീഡ്. ഓക്കെ. ആരോ ഒരാള് പേഴ്സണലി ഡൗട്ട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ. ആ, റെക്കോർഡ് ഓഫ് ആക്കിയിട്ട് എന്തോ പറഞ്ഞു. അത് വലിയ സംഭവം ഒന്നല്ല, നിങ്ങൾ വിചാരിക്കും ഭയങ്കരാണെന്നല്ല. എനിക്ക് ഒരാളെ തപ്പാനാ. ഓക്കെ, ഞാൻ റെക്കോർഡ് ഓഫ് ആക്കുന്നുണ്ടേ. ഓഫ് ആക്കട്ടെ. ഓക്കെ ഇനി ഓക്കെ. ഡൗട്ട്സ് ഒന്നും താങ്ക് ഇല്ലല്ലോ. യു എവരി വൺ. താങ്ക് യു. ഓക്കെ, താങ്ക് യു ഗൈസ്.